സോ ഗൈസ് നമ്മൾ ലാസ്റ്റ് സെഷനിൽ നമ്മൾ മണി ലോണ്ടറിങ്ങിന്റെ കേസാണ് കവർ ചെയ്തത്. മണി ലോണ്ടറിങ്ങിന്റെ കേസ് നമ്മൾ ഫുള്ള് തീർത്തായിരുന്നു. 2-3 എക്സാമ്പിൾ നോക്കിയായിരുന്നു. ഇനിയിപ്പം നമ്മൾ രണ്ടാമത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കൺട്രോൾ റിസ്ക് ഉണ്ട്, പിന്നെ ഓഡിറ്റ് റിസ്ക്, എത്തിക്കൽ റിസ്ക്, ഓഡിറ്റ് റിപ്പോർട്ട് ഫോമാറ്റ്, മാറ്റേഴ്സ് ടു കൺസിഡർ, ബിസിനസ് റിസ്ക്, പിന്നെ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു 7 പോർഷനോട് നമ്മൾ കവർ ചെയ്യാനുണ്ട്. അതിൽ എന്താ ഈ ക്വാളിറ്റി കൺട്രോൾ റിസ്ക്കും പിന്നെ എത്തിക്കൽ റിസ്ക് രണ്ടും ഏകദേശം ഒരൊറ്റ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും വരുന്നത്. കാരണം ക്വാളിറ്റി കൺട്രോൾ റിസ്കിന് മാത്രമായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സിറ്റുവേഷൻസ് വളരെ കുറവാണ്. നമ്മൾ എത്തിക്കൽ റിസ്കിൻ്റെ കൂടെ മിക്സ് ആയിട്ടായിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഐഡന്റിഫൈ ദ സിഗ്നിഫിക്കൻറ്റ് ക്വാളിറ്റി കൺട്രോൾ റിസ്ക് ആൻഡ് എത്തിക്കൽ ഓർ പ്രൊഫഷണൽ റിസ്ക്. എത്തിക്കൽ റിസ്ക് എന്ന് പറയുമ്പോഴും പ്രൊഫഷണൽ റിസ്ക് ഇതിൻ്റെ അകത്ത് എത്തിക്കൽ പ്രൊഫഷണൽ റിസ്ക് രണ്ടും ഒന്ന് തന്നെ. രണ്ട് ചോദിച്ചാലും ഒരേ സാധനം തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും ഒരു മിക്സ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പം നമുക്കത് ഒരുമിച്ച് അങ്ങ് നോക്കാം. അതാകുമ്പോൾ ഒറ്റ ഇതിനും കവറായി പോകും. പിന്നുള്ളത് ഓഡിറ്റ് റിസ്ക്, ഓഡിറ്റ് റിപ്പോർട്ട് ഫോമാറ്റ് നമ്മൾ അവസാനം നോക്കാം. കാരണം അത് എന്ന് വെച്ചാൽ അത് ഒരു 5 മാർക്ക് 6 മാർക്ക് അത് എന്ന് വെച്ചാൽ അത് ചോദിക്കാൻ സാധ്യത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു റിപ്പോർട്ട് തന്നിട്ട് ആ റിപ്പോർട്ടിൽ വരുന്ന ഫോൾസ് കണ്ടുപിടിക്കാൻ, അത് ആ ഫോർമാറ്റ് അങ്ങ് പഠിക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്കത് മാക്സിമം ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം ഇതിൽ നോക്കുവാണെങ്കിൽ നമ്മളൊരു 2-3 എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 3 എക്സാമ്പിൾ എത്തിക്കൽ ത്രെഡ്സും ക്വാളിറ്റി മാനേജ്മെന്റും ഒരുമിച്ച് അങ്ങ് എടുക്കുക. എത്തിക്കൽ ത്രെഡ്സ് ആൻഡ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് നമ്മൾ 5 എന്ന് വെച്ചാൽ ഒരു ഓഡിറ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട എത്തിക്കലായിട്ടുള്ള 5 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഈ ഒരു 5 പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുമ്പോഴേ ഒരു ഓഡിറ്റ് അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടന്റ് എഫക്റ്റീവായിട്ട് പുള്ളിയുടെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിൽ ഫസ്റ്റ് വരുന്നതെന്ന് പറയുമ്പോൾ ഇന്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം. നമ്മൾ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്. നമ്മൾ സാധാ ഫോർമാറ്റ് പറയുന്ന പോലെ ഇന്റഗ്രിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മൾ അൺഫെയർ പ്രാക്ടീസസിനൊന്നും നിൽക്കരുത്. അങ്ങനെ ഒരു സംഭവമുള്ളൂ. എന്ന് വെച്ചാൽ ലോസ് ആൻഡ് റെഗുലേഷൻസ് ഇതും നമ്മുടെ പ്രൊഫഷണൽ ബിഹേവിയർ ഏകദേശം സെയിം സംഭവം തന്നെയാണ്. ചെറിയൊരു ഇത് ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിൽ വരും, ഇത് മോറൽ പോയിന്റ് ഓഫ് വ്യൂവിൽ വരും. അത്രേ ഉള്ളൂ വ്യത്യാസം. പിന്നെ ഒബ്ജക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നതിന് ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആൻഡ് ഫെയർ ആണെന്നുള്ള ഒരു റീസണബിൾ അഷുറൻസ് കൊടുക്കാനാണല്ലോ നമ്മൾ. അപ്പോൾ ഒബ്ജക്റ്റീവ് ആയിരിക്കണം. നമ്മുടെ ആ ഫംഗ്ഷനുമായിട്ട് ടാർഗറ്റുമായിട്ട് ബേസ് ചെയ്തായിരിക്കണം നമ്മുടെ ആക്ഷൻസ്. അപ്പോൾ അതാണ് ഒബ്ജക്റ്റിവിറ്റിയിൽ വരുന്നത്. അവോയ്ഡ് ബയാസ് എന്ന് പറയുമ്പോൾ പക്ഷഭേദം ഒഴിവാക്കണം. പിന്നെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ 2 കോമ്പറ്റീറ്റീവ് ഫേംസിനെ ആയിരിക്കും നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് നമ്മുടെ ഒപ്പീനിയന് മേലെ വേറൊരാൾക്കാർ ഒരു ഇൻഫ്ലുവൻസ് ചെലുത്താനുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കരുത്. അത്രേ ഉള്ളൂ ഒബ്ജക്റ്റിവിറ്റിയിൽ വരുന്നത്. പിന്നെ പ്രൊഫഷണൽ കോമ്പറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഓഡിറ്റർ എപ്പോഴും പുള്ളിയുടെ സ്കിൽസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും കറന്റ് മാർക്കറ്റ് സിനേറിയോയിൽ എപ്പോഴും അവെയർ ആയിരിക്കണം. എന്ന് വെച്ചാൽ എപ്പോഴും സ്കിൽസ് ഇപ്പൊ നമ്മുടെ ACCA കഴിഞ്ഞിട്ട് ഇതുണ്ടല്ലോ, കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഉണ്ട്. അതുപോലെ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഓഡിറ്റർ ആകുമ്പോഴത്തേനും നമ്മുടെ ഫംഗ്ഷൻ തീർന്നല്ല. നമ്മളെപ്പോഴും പുതിയതായിട്ട് വരുന്ന ISA മോഡിഫിക്കേഷൻസ്, സ്റ്റാൻഡേർഡ്സ്, പിന്നെ പുതിയ എന്തെങ്കിലും അമെൻമെന്റ്സ് വരുത്തിയിട്ടുണ്ടോ, അതിനെക്കുറിച്ചെല്ലാം നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. അത്രേ ഉള്ളൂ പ്രൊഫഷണൽ കോമ്പറ്റൻസി വരുന്നത്. പിന്നെ അതിന്റെ നമ്മൾ ആ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ അറ്റ്മോസ്റ്റ് കെയറിൽ കൂടെ തന്നെ ചെയ്യണം. അത്രേ ഉള്ളൂ ഡ്യൂ കെയറിൽ വരുന്നത്. പിന്നെ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ പ്രൊഫഷണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ അറ്റൈൻ ചെയ്യുന്ന നോളജ് ഉണ്ടല്ലോ ഒരു ബിസിനസ് ഫേമിനെ കുറിച്ച്. നമ്മളിപ്പോൾ ഓഡിറ്റർ ആകുമ്പോൾ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ഓഡിറ്റ് ചെയ്യും. അപ്പം അവരുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട പല സ്ട്രാറ്റജീസും ബിസിനസ് റിലേറ്റഡ് പല ആക്ടിവിറ്റീസും നമുക്ക് ആ നോളജ് എല്ലാം നമുക്ക് ആക്സസിബിൾ ആണ്. അപ്പം നമ്മൾ ആ ഓഡിറ്റ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഓഡിറ്റിന്റെ ആ ഒരു പോയിന്റ് നടക്കുന്ന സമയത്ത് നമുക്ക് ആ ഓഡിറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവില് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ റോളിന്റെ ബേസിസിൽ നമുക്ക് ഗെയിൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് അല്ലെങ്കിൽ നമുക്കൊരു അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയോ ഒന്നും പാടില്ല. ഷെയർ ചെയ്യാവുന്ന ഒരു 2-3 സിറ്റുവേഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇതുപോലെ മണി ലോണ്ടറിങ്ങിന്റെ കേസസ് വരിക, അല്ലെങ്കിൽ നാഷണൽ ത്രെട്ട് ആയിട്ട് വരിക, അങ്ങനത്തെ കേസസിൽ നമുക്ക് വരാം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ക്ലയന്റ് നമുക്ക്
കൺസെന്റ് തരുവാണെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാം. എന്താണ് ഡു നോട്ട് ഷെയർ ദ ഇൻഫർമേഷൻ വിത്തൗട്ട് കൺസെന്റ് ഓർ വെൻ ഒബ്ലൈഡ് ബൈ ലോ. ഒബ്ലൈഡ് ബൈ ലോ ആണ് മണി ലോണ്ടറിങ് കേസ്, പിന്നെ ടെററിസ്റ്റ് കേസസ്, അങ്ങനത്തെ കേസുകൾ. പിന്നെ പ്രൊഫഷണൽ ബിഹേവിയർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്റഗ്രിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ എന്താ ലോസ് ആൻഡ് റെഗുലേഷൻസ്, പിന്നെ അവോയ്ഡിങ് നമ്മുടെ ACCA പ്രൊഫഷനെ അല്ലെങ്കിൽ നമ്മുടെ ഏത് പ്രൊഫഷനാണോ ആ പ്രൊഫഷനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ബിഹേവിയർ ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മുടെ ആക്ഷൻസ് ഒരിക്കലും നമ്മുടെ എന്താ പ്രൊഫഷനെ മൊത്തത്തിലെ ഒരു ചീത്തപ്പേരുണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ മാക്സിമം നമ്മുടെ ആക്ടിവിറ്റീസ് ചെയ്യണം. ഇത്രേ ഉള്ളൂ അത് കേസ് വരുന്നത്. പിന്നെ എത്തിക്കൽ ത്രെഡ്സ് ഓർ പ്രൊഫഷണൽ ഇഷ്യൂസ്. എത്തിക്കൽ ത്രെഡ്സിന്റെ കേസസ് വരികയാണെങ്കിൽ എത്തിക്കൽ ത്രെഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒബ്ജക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന കേസസിനെയാണ് എത്തിക്കൽ ത്രെഡ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. എത്തിക്കൽ ത്രെഡ്സ് ആർ ദോസ് ത്രെഡ്സ് വിച്ച് അഫക്ട് ഒബ്ജക്ടിവിറ്റി മാത്രമല്ല ഈ നമ്മുടെ ഈ ഇതിനു മുമ്പ് പറഞ്ഞേക്കുന്ന 5 പ്രിൻസിപ്പിൾസിനെ അഫക്ട് ചെയ്യാം. പക്ഷെ ഒബ്ജക്ടിവിറ്റിയാണ് എന്ന് വെച്ചാൽ ഓഡിറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ മെയിനായിട്ട് അഫക്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് സെൽഫ് റിവ്യൂ ത്രെട്ട്. ഇത് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ത്രെട്ടാണ്. സെൽഫ് റിവ്യൂ ത്രെട്ട്, സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട്. ഇത് രണ്ടും എപ്പോഴും ഒരുമാതിരിപ്പെട്ട എല്ലാ കേസസിലും സെൽഫ് ഇൻട്രസ്റ്റ് വരും. സെൽഫ് റിവ്യൂ ത്രെട്ട് അത്യാവശ്യം കോമൺ ആയിട്ട് തന്നെ വരുന്നത്. ഏറ്റവും ഇത് വരുന്നത് സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ടാണ്. പിന്നെ ഇതില് അഡ്വക്കസി ത്രെട്ട് ചില കേസസിൽ മാത്രമേ വരത്തുള്ളൂ. അഡ്വക്കസി ത്രെട്ട് വരുന്ന ഒരേ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിലാക്കാൻ നമ്മുടെ ക്ലയന്റിനെ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ള കേസസിൽ മാത്രമേ അഡ്വക്കസി ത്രെട്ട് വരത്തുള്ളൂ. ബാക്കി ഒന്നും അങ്ങനെ അഡ്വക്കസി ത്രെട്ട് ഒത്തിരി ഇതായിട്ട് ഞാൻ ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പം സെൽഫ് റിവ്യൂ ത്രെട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് നമ്മൾ പ്രിപ്പയർ ചെയ്ത ഒരു ഡോക്യുമെന്റ് നമ്മൾ തന്നെ വെരിഫൈ ചെയ്യുക. അപ്പം നമ്മൾ അതിൽ എന്തായാലും കുറ്റം കണ്ടുപിടിക്കത്തില്ല. അത്രേ ഉള്ളൂ സെൽഫ് റിവ്യൂ ത്രെട്ട് എന്ന് വെച്ചാൽ. എന്താ ഇപ്പം ഞാനിപ്പോ ഒരു കമ്പനിയുടെ എന്താ ഫിനാൻസ് ഡയറക്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ട എന്താ ഒരു പൊസിഷൻ ഇരിക്കുമായിരുന്നു. ഞാൻ ആ ഇയർ എൻഡിൽ ഞാൻ ജോലി രാജിവെച്ചിട്ട് അടുത്ത വർഷം ഈ ഓഡിറ്റ് ഫേമിൽ പോയി ചേർന്നു. അന്നേരം എനിക്ക് ഞാൻ തന്നെ ആയിരിക്കും ചിലപ്പോൾ ആ ഓഡിറ്റ് ഫേമിന്റെ ഓഡിറ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്. ഞാൻ ഈ റിസൈൻ ചെയ്ത കമ്പനിയിൽ. അപ്പൊ എന്താ ഞാൻ കഴിഞ്ഞ വർഷം പ്രിപ്പയർ ചെയ്ത ഡോക്യുമെന്റ്സ് ആണ് ഞാനിപ്പോ ഈ വർഷം ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഇപ്പം അതിൽ ഞാനിപ്പോ ഒരു തെറ്റ് വരുത്തി. എന്താ ഒരു എന്താ പറയാ ഒരു എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ എക്സ്പെൻസ് ഓഫ് ചെയ്യേണ്ട ഒരു ഐറ്റം ഞാൻ ക്യാപിറ്റലൈസ് ചെയ്തു. പക്ഷെ ഞാനിപ്പം എന്താ ഞാൻ ആ തെറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്റെ എന്താ പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അന്നേരം എന്താ ഞാനത് മാക്സിമം കൺസീൽ ചെയ്ത് വെക്കാനേ നോക്കത്തുള്ളൂ. അപ്പൊ അതാണ് സെൽഫ് റിവ്യൂ ത്രെട്ട്. അങ്ങനെ ഒരു ഇതുണ്ടായേക്കാം എന്നുള്ളൊരു അസംഷനാണ് സെൽഫ് റിവ്യൂ ത്രെട്ട്. പിന്നെ സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട് മെയിൻലി വരുന്നതെന്ന് പറഞ്ഞാൽ എന്താ നമുക്കിപ്പം ആ കമ്പനിയിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനിയിൽ നമുക്കൊരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതാണ് എന്താ സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് വരുന്നത്. ഇപ്പം ഞാൻ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനിയിൽ എനിക്കൊരു സിഗ്നിഫിക്കൻറ്റ് ഷെയർ ഉണ്ട്. അപ്പോൾ ഞാനത് ഓഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അതിന്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഡീറ്റെയിൽസ് അതെല്ലാം അവൈലബിൾ ആയിരിക്കുമല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാൻ അത് വെച്ചിട്ട് ചിലപ്പോൾ അതെന്റെ പേഴ്സണൽ ഗെയിൻ ആയിട്ട് ഉപയോഗിക്കും. ഇപ്പം ഒരു കമ്പനി ഭയങ്കരമായിട്ട് ബൂം ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ എന്റെ ഷെയർ ഹോൾഡ് ചെയ്തിട്ട് അത് ലേറ്റർ ഡേറ്റിൽ സെല്ല് ചെയ്യും. അല്ലെങ്കിൽ അതേസമയം നഷ്ടം വരാൻ സാധ്യതയുണ്ട്, എനിക്ക് ആ ഗെയിൻ ഉള്ളപ്പോൾ ഞാൻ എന്തായാലും നഷ്ടം സഹിച്ച് അവിടെ വെച്ചോണ്ടിരിക്കത്തില്ലല്ലോ. അന്നേരം ഞാനത് വിറ്റ് കളയും. അതാണ് സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഓഡിറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ കിട്ടുന്ന ഇൻഫർമേഷൻസ് നമുക്കൊരു പേഴ്സണൽ ഗെയിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട് വരും. അതുപോലെ തന്നെ ഫെമിലിയാരിറ്റി ത്രെട്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന ഫേമുമായിട്ടല്ല ഓഡിറ്റ് ക്ലയന്റുമായിട്ടൊരു ക്ലോസ് റിലേഷൻഷിപ്പ് നമുക്ക് എങ്ങനെയും ഓഡിറ്റർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് മെയിൻലി വരുന്നതെന്ന് പറഞ്ഞാൽ ഈ മെയിൻ എക്സാമ്പിൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഓഡിറ്റ് ക്ലയന്റ് നമ്മളെ ഒരു പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തു. അവിടെ ഒരു ഫെമിലിയാരിറ്റി ത്രെട്ട് വരും, സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ടും വരും. പക്ഷെ മെയിൻലി ഫെമിലിയാരിറ്റി ത്രെട്ട് ആയിരിക്കും വരുന്നത്. അതുപോലെ ഫെമിലിയാരിറ്റി ത്രെട്ട്, പിന്നെ ഈ ഒരു കേസ് വരും, പാർട്ടീസിന്റെ കേസ് വരുന്നത്. പിന്നെ ഒരു ഫ്രണ്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട് നമ്മുടെ ഇതിൽ, അവിടെ സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ടും വരും, ഫെമിലിയാരിറ്റി ത്രെട്ടും വരും. പിന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ കേസിലും സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ടും ഫെമിലിയാരിറ്റി ത്രെട്ടും ഏകദേശം ഒരുപോലെയാണ് വരുന്നത്. എന്നുവെച്ചാൽ ഒറ്റ സിനേറിയോയിൽ തന്നെ രണ്ടും എന്ന് വെച്ചാൽ ആ കേസിൽ തന്നെ നമുക്ക് രണ്ടും എഴുതാനുള്ള ഒരു ഇത് കാണും, സിറ്റുവേഷൻ കാണും. പിന്നെ ഉള്ളത് അഡ്വക്കസി ത്രെട്ട് എന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ക്ലയന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് അഡ്വക്കസി ത്രെട്ട് എന്ന് പറഞ്ഞാൽ. ഇപ്പം വെച്ചാൽ നമ്മൾ ബാങ്ക് ഗ്യാരണ്ടി ഇരിക്കുന്നത്, ഇപ്പം ബാങ്ക് പറയുകയാണ് നമ്മുടെ ഓഡിറ്റർ
ഓഡിറ്റർ ഗ്യാരണ്ടി പറഞ്ഞ് എന്തുപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എന്താ പ്രോസ്പർ ചെയ്യുമെന്ന്, നമ്മൾ നെക്സ്റ്റ് ഇയർ പ്രോസ്പർ ചെയ്യുമെന്ന് ഞാനിപ്പോൾ ഒരു ഓഡിറ്റർ ആണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നത് മാത്രമേ എന്താ അവര് ലോൺ അനുവദിച്ച് തരത്തുള്ളൂ എന്നൊരു ബാങ്ക് പറയണം. അപ്പൊ ഞാൻ പോയി നേരെ ഗ്യാരണ്ടി തന്നു, എന്ന് വെച്ചാൽ എൻ്റെ ഒരു റിട്ടേൺ ഇത് കൊടുത്തു, എന്താ ഒരു ഉറപ്പ് കൊടുത്തു. അപ്പോൾ അത് അഡ്വക്കസി ത്രെട്ടാണ്. കാരണം ഞാൻ എൻ്റെ ക്ലയന്റിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് അവരുടെ മുന്നിൽ നിൽക്കുന്നത്. അതുപോലെ ഒരു ലീഗൽ ഡിസ്പ്യൂട്ടിൽ ഞാൻ കയറി ഇടപെട്ടു, ഞാനത് ഒത്തുതീർപ്പാക്കാൻ പോയി, അപ്പോഴൊക്കെ അഡ്വക്കസി ത്രെട്സ് ഉണ്ട്. പിന്നെ ഇന്റിമിഡേഷൻ ത്രെട്ട് എന്ന് പറഞ്ഞാൽ ത്രെട്സ് വിച്ച് കോസസ് ദ ഹാം ടു ദ ഓഡിറ്റേഴ്സ് ഒബ്ജക്ടിവിറ്റി, സെയിം സംഭവം. എന്ന് വെച്ചാൽ ഇന്റിമിഡേഷൻ ത്രെട്ട് മെയിൻലി വരുന്നതെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഹാം അല്ലെ മെന്റൽ ഹാം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഓഡിറ്റ് എവിഡൻസ് നമ്മൾ ഓണറോട് ചോദിച്ചു, പക്ഷെ ഓണർ തരുന്നതിന് പകരം നമ്മളോട് ദേഷ്യപ്പെട്ടു. അല്ലെങ്കിൽ എന്താ മെയിൻലി വരുന്നതെന്ന് പറഞ്ഞാൽ ഇന്റിമിഡേഷൻ ത്രെട്ട് മെയിൻലി വരുന്നതെന്ന് പറയുമ്പം നമ്മളെ ഓഡിറ്റ് ഫീസ് കുറയ്ക്കാൻ നിർബന്ധിക്കും. എന്നുവെച്ചാൽ നമ്മളിപ്പം ലാസ്റ്റ് തന്നെക്കാളിലും ഒത്തിരി ഓഡിറ്റ് വർക്ക്സ് ചെയ്ത് എന്നിട്ട് നമ്മുടെ ഓഡിറ്റ് ഫീ കൂട്ടാൻ സമ്മതിക്കുന്നില്ല. അപ്പം വേറെ ക്ലയന്റിനെ അപ്രോച്ച് ചെയ്യുമെന്ന് പറയും, എന്ന് വെച്ചാൽ ഓഡിറ്ററെ മാറ്റുമെന്ന് പറയും. അങ്ങനെ നമ്മളെ ഇന്റിമിഡേറ്റ് ചെയ്യുക. പിന്നെന്താ ഇത്ര ദിവസത്തിനുള്ളിൽ ഓഡിറ്റ് തീർക്കണം, അതെല്ലാം ഇന്റിമിഡേഷൻ ത്രെട്ടാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ആ ഓഡിറ്റിന്റെ കറക്റ്റ് ഫങ്ഷനിങ് എങ്ങനെയൊക്കെ തടസ്സപ്പെടുത്തുന്നോ അതെല്ലാം ഇന്റിമിഡേഷൻ ത്രെട്സ് വരുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് മെയിൻലി ഈ ഒരു അഞ്ച് എത്തിക്കൽ ത്രെട്സേ വരത്തുള്ളൂ, എത്തിക്കൽ പോയിന്റ് ഓഫ് വ്യൂല്. കാരണം ഇതിൽ കൂടുതലിനപ്പുറമുള്ള ഒരു ചോദ്യം വരത്തില്ല. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ വരുന്ന ഒരു അഡീഷണൽ പോയിന്റ് കൂടെ വരും, അക്സെപ്റ്റിംഗ് മാനേജീരിയൽ റെസ്പോൺസിബിലിറ്റി. അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ക്ലയന്റിന്റെ ഷെയർ വാല്യുവേഷന് പോയി, നമ്മുടെ ക്ലയന്റ് വേറൊരു കമ്പനി അക്വയർ ചെയ്യാൻ ഇരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ ആ കമ്പനിയെ നമ്മളോട് പറഞ്ഞു ഈ അക്വയർ ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ ഷെയർസ് ഒന്ന് വാല്യൂ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പോയി അത് വാല്യൂ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അത് ശരിക്കും മാനേജ്മെന്റിന്റെ പണിയാണ്. എന്ന് വെച്ചാൽ അക്സെപ്റ്റിംഗ് മാനേജീരിയൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ടോപ്പ് മാനേജ്മെന്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ ഓഡിറ്റർ അവിടെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് സെൽഫ് റിവ്യൂ ത്രെട്ട് തന്നെയാണ്. പിന്നെ സെൽഫ് റിവ്യൂ ത്രെട്ടിന് തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ഫോർമാറ്റ് ആണ്. എന്നുവെച്ചാൽ കുറച്ചുകൂടെ സീരിയസ് ആണ്. അതിന് ഇത് തന്നെ ഇല്ല, എന്ന് വെച്ചാൽ സേഫ് ഗാർഡ്സ് തന്നെ ഇല്ല. ഇപ്പം ബാക്കി എല്ലാ ത്രെഡ്സിനും സേഫ് ഗാർഡ്സ് ഒക്കെ. ഇപ്പൊ ഇതൊരു ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി എല്ലാ കേസസിലും അൺലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ, ഇതെല്ലാം അൺലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ നമുക്ക് സേഫ് ഗാർഡ്സ് വെക്കാൻ പറ്റും. ഇപ്പൊ സെൽഫ് റിവ്യൂ ആണെങ്കിൽ ആ ഓഡിറ്ററിനെ ആ ഒരു ഓഡിറ്റ് ഉൾപ്പെടുത്താതിരിക്കുക, അതുപോലെ വേറെ ഡീറ്റെയിൽസ് ഒന്നും ഷെയർ ചെയ്യിപ്പിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ സെൽഫ് റിവ്യൂ ത്രെട്ടിന് ഒരു സേഫ് ഗാർഡായി. സെൽഫ് ഇൻട്രസ്റ്റ് ആണെങ്കിലും അതേപോലെ തന്നെ ആ ഓഡിറ്ററിനെ മാത്രം അതിൽ നിന്ന് ഒഴിവാക്കിയാൽ മതി, അവിടെ സേഫ് ഗാർഡായി. ഫെമിലിയാരിറ്റി ത്രെട്ട് ആണെങ്കിലും അത് തന്നെ. അഡ്വക്കസി ത്രെട്ട് ആണെങ്കിൽ നമ്മൾ അതൊരു സെപ്പറേറ്റ് ഒരു ടീമിനെ അസൈൻ ചെയ്താൽ മതി. ഇത് സെൽഫ് റിവ്യൂ ത്രെട്ട് എല്ലാം സെപ്പറേറ്റ് ടീമിനെ അറേഞ്ച് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ മാനേജ്മെന്റ് ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ നമുക്ക് ഇതിനാലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി മാനേജ്മെന്റ് റിസ്ക് ക്വാളിറ്റി മാനേജ്മെന്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ മാറ്റേഴ്സ് ദാറ്റ് സജസ്റ്റ് the quality of the audit would be affected by the fault of the audit firm or the audit procedures followed by the auditor. എന്ന് വെച്ചാൽ ഈ ഒരു കേസ് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓഡിറ്ററിന്റെ പോയിന്റ് ഓഫ് വ്യൂല് അല്ലെ ഓഡിറ്റ് ഫേമിന്റെ പോയിന്റ് ഓഫ് വ്യൂല് മാത്രമേ എപ്പോഴും ക്വാളിറ്റി മാനേജ്മെന്റിന്റെ പ്രശ്നം വരുന്നത്. അത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ ഓഡിറ്റ് ക്ലയന്റ് ചെയ്യുന്ന ഒരു പ്രശ്നത്തില്, ഓഡിറ്റ് ക്ലയന്റ് ഒരു ഫോൾട്ട് കൊണ്ട് ക്വാളിറ്റി മാനേജ്മെന്റ് എന്നുവെച്ചാൽ ഓഡിറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ ക്വാളിറ്റി മാനേജ്മെന്റ് ഫോൾട്ട്സ് വരാൻ വളരെ സാധ്യത കുറവാണ്. എപ്പോഴും നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന ഓഡിറ്റ് പ്രൊസീജിയേഴ്സിന്റെ ഫോർമാറ്റ് ചെയ്യുന്ന എപ്പോഴും വരുന്നത്. എന്ന് വെച്ചാൽ ക്വാളിറ്റി മാനേജ്മെന്റും ഓഡിറ്റ് റിസ്ക്കും ഏകദേശം ഒരു ലിങ്ക്ഡ് പെയർ. എന്ന് വെച്ചാൽ നമ്മൾ ഈ ക്വാളിറ്റി മാനേജ്മെന്റിൽ വരുത്തുന്ന ഫോൾട്ട്സ് ആണ് ഓഡിറ്റ് റിസ്ക് ആയിട്ട് വരുന്നത്. കാരണം ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഓഡിറ്റ് എഫക്റ്റീവായിട്ട് ഫംഗ്ഷൻ ചെയ്ത് പോവാൻ നമ്മൾ പ്ലാനില്ല അല്ല എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. അത് കാരണം വരുന്ന പ്രശ്നങ്ങളാണ് ഓഡിറ്റ് റിസ്കിൽ വരുന്നത്. എന്ന് വെച്ചാൽ ഇത് ക്വാളിറ്റി മാനേജ്മെന്റിലൂടെ വരുന്ന റിസ്കുകളാണ് ഓഡിറ്റ് റിസ്ക്. എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് കറക്റ്റ് ഒന്ന് ക്ലിക്ക് ആയാൽ പിന്നെ ഓഡിറ്റ് റിസ്ക്കും അത്യാവശ്യം എളുപ്പമാണ്. ഓൾവേസ് അല്ല, മറ്റേ കേസിലും വരും. എന്നാലും മെജോറിറ്റി ഓഫ് ദ കേസിൽ ഓഡിറ്ററിന്റെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും വരുന്നത്. ഇപ്പൊ നമ്മള് ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ അതിപ്പം ക്വസ്റ്റ്യൻ നമ്പർ 9 നമ്മുടെ ഇത് BPP തന്നെയാണ് എടുത്തേക്കുന്നത്. കഴിഞ്ഞ പോലെ തന്നെ BPP തന്നെ കഴിഞ്ഞ വീഡിയോ പോലെ തന്നെ BPP ആണ് എടുത്തേക്കുന്നത്. ബങ്കോ അപ്പൊ ഇതിന്റെ അകത്ത് ഞാൻ എടുത്തേക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസിലാണ് ഇവിടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എടുത്തേക്കുന്നത്. ഒന്നുണ്ട്
യു ആർ ദ സീനിയർ മാനേജർ ഇൻ ബങ്ക് ആൻഡ് കോ. നമ്മളെപ്പോഴും സീനിയർ പൊസിഷൻസിൽ AAA നമ്മുടെ റോൾ വരത്തുള്ളൂ, അല്ലാതെ നമ്മുടെ എന്താ ടാക്ടിക്കൽ ലെവൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ ലെവൽ റോൾസ് ചെയ്ത് അതായത് നമ്മൾ AA വരത്തുള്ളൂ. AAA എപ്പോഴും നമ്മുടെ എന്താ സീനിയർ മാനേജ്മെന്റ് റോളെ നമുക്ക് വരത്തുള്ളൂ. അതെപ്പോഴും അസൈൻ ചെയ്ത് ഒന്ന് ഓർത്തിരുന്നോണം. You are a senior manager in Bang & Co, a global audit firm with offices in more than 30 countries. You are responsible for monitoring the audit quality and audit quality monitoring in function and ethical situations which arise in relation to the audit clients. Vico is an audit client whose operations involve haulage and distribution. Haulage and distribution എന്ന് വെച്ചാൽ എന്താ പാർസൽ സർവീസ് പോലെ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ എന്താ ഡിസ്ട്രിബ്യൂഷൻ ക്യാരിയേജ് പാർസൽ സർവീസ് പോലൊക്കെ തന്നെ അങ്ങനൊരു ഇതാണ്. ഹൗളേജ് എന്ന് പറയുമ്പോൾ ഷിപ്പ് വഴിയുള്ള ട്രാൻസ്ഫേഴ്സ്, അതങ്ങനെയാണ് ഹൗളേജ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഫോർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ബയോകോ ഫോർ ദ ഇയർ ended 31st December 2014 was issued last week. ഓഡിറ്റർ റിപ്പോർട്ട് ബയോകോയുടെ ഇഷ്യൂ ചെയ്തു. ഓഡിറ്റർ റിപ്പോർട്ട് ഓൾറെഡി ഇഷ്യൂ ചെയ്തു. 2000 വർഷത്തെ 31st December 2014 ഇഷ്യൂ ചെയ്ത് the financial statements recognized a revenue of 8.7 million, assets of 15.2 million and profit before tax of 1.8 million. ഈ ഒരു ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ റവന്യൂ, പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, പിന്നെ അസറ്റ്സ്, ഇങ്ങനത്തെ കേസ് നമുക്ക് തരുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാം, മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നമ്മളോട് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുക. അങ്ങനെ ഏത് കേസ് വന്നാലും, പ്രത്യേകിച്ച് മണി ലോണ്ടറിങ്ങിന് അങ്ങനെ പ്രശ്നം വരത്തില്ല, പക്ഷെ ബാക്കി എല്ലാ കേസിലും എത്തിക്കൽ റിസ്ക്, ക്വാളിറ്റി മാനേജ്മെന്റ്, ഓഡിറ്റ് റിസ്ക്, ബിസിനസ് റിസ്കിനും അങ്ങനെ വരാറില്ല. ഈ 3 കേസസിൽ എത്തിക്കൽ, ക്വാളിറ്റി മാനേജ്മെന്റ്, പിന്നെ ഓഡിറ്റ് റിസ്ക്, ഈ 3 കേസസിൽ മെയിനായിട്ട് എങ്ങനെ പോയാലും മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് സെപ്പറേറ്റ് മാർക്കുണ്ട്. അത് നല്ല ശതമാനം മാർക്കുണ്ട്. കാരണം ആ മെറ്റീരിയാലിറ്റിയുടെ ബേസിസിൽ തന്നെ നമുക്ക് കുറെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അത് നോക്കുകയാണെങ്കിൽ യു ആർ കണ്ടക്ടിങ്, ഇത് വെച്ച് നമുക്ക് മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ യു ആർ കണ്ടക്ടിങ് എ റിവ്യൂ ഓഫ് ദ ക്വാളിറ്റി ഓഫ് ദ ഓഡിറ്റ്. നമ്മൾ ആ ഓഡിറ്റ് റിപ്പോർട്ട് ഓൾറെഡി ഇഷ്യൂ ചെയ്തു, അതിന്റെ ക്വാളിറ്റിയും എത്തിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും റൈസ് ആയിട്ടുണ്ടോ എന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നതേ ഉള്ളൂ ഓഡിറ്റ് കഴിഞ്ഞിട്ട്. The following exhibits provides information relevant to the question. Information obtained from a discussion with Lester Freeman, the audit engagement partner. This information should be used to answer the question. ഈ ഒരു ഇൻഫർമേഷൻസിന്റെ ബേസിസിൽ വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. Because audit committee refused to agree to an increase in the audit fees. Audit fees increase ചെയ്തില്ല, ഞാൻ പറഞ്ഞില്ല നമ്മുടെ intimidation threat എന്ന് വെച്ചാൽ audit fees increase ചെയ്തില്ല എന്ന് വെച്ചാൽ despite the company's operation expanding into new locations. In response to this, the materiality level was increased during the audit. Materiality level increase ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? Materiality level increase ചെയ്യുമ്പോൾ അതിന് താഴോട്ടുള്ള ഫോൾസ് നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. Materiality level increase ചെയ്യുമ്പോൾ ഫോൾസ് കണ്ടുപിടിക്കാനുള്ള സാധ്യത കുറയുക എന്ന് വെച്ചാൽ അപ്പം ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ എന്താ ഇപ്പം നമ്മൾ മെറ്റീരിയാലിറ്റി 100 വെച്ചത് നമ്മളിപ്പോൾ 200 ആക്കി. അപ്പം 200 താഴോട്ടുള്ള ഒരു ഫോൾസ് നമ്മുടെ കണ്ണിപ്പെടത്തില്ല. അന്നേരം ഓഡിറ്റിന്റെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം എന്താ അവിടെ തന്നെ ഒരു ഇൻഡിക്കേഷൻ കിട്ടി ഓഡിറ്റിന്റെ ക്വാളിറ്റി വരുന്ന പ്രശ്നങ്ങൾ. പിന്നെ ഓഡിറ്റ് ഫീസ് ഇൻക്രീസ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല, റെഫ്യൂസ് ടു എഗ്രി. അതൊരു ഇന്റിമിഡേഷൻ ത്രെട്ടാണ്. കാരണം നമ്മുടെ ഓഡിറ്റിന്റെ ക്വാളിറ്റി അഫക്ട് ചെയ്യും, അത് വേറൊരു പോയിന്റ് ഓഫ് വ്യൂ. അത് ക്വാളിറ്റി മാനേജ്മെന്റ് പെർസ്പെക്റ്റീവ്. എത്തിക്കൽ പ്രിൻസിപ്പിൾസ് നമ്മൾ എത്തിക്കൽ ത്രെട്സ് പഠിച്ചില്ലേ, അത് അതിൽ വരുന്നതാണ് ഇന്റിമിഡേഷൻ ത്രെട്ട് എന്ന് വെച്ചാൽ മെന്റൽ ഇന്റിമിഡേഷൻ ആണ്. നമ്മളെ നമുക്ക് ഫീസ് കൂട്ടാൻ സമ്മതിക്കുന്നില്ല, ഇല്ലേ അവർ വേറെ അപ്പൊ അത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. വെച്ചാൽ നമ്മൾ ഓഡിറ്റ് ഫീസ് കൂട്ടുവാണെങ്കിൽ അവർ വേറൊരു ഓഡിറ്ററെ തപ്പിപ്പോവും എന്ന് തന്നെയാണ് ഈ ഒരു ഓഡിറ്റ് ഫീസ് കൂട്ടാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്ന കേസസിൽ വരുന്നത്. ഇൻ റെസ്പോൺസ് ടു ദിസ് മെറ്റീരിയാലിറ്റി ലെവൽ വാസ് ഇൻക്രീസ്ഡ് ആൻഡ് സം റിവ്യൂ പ്രൊസീജിയേഴ്സ് വർ നോട്ട് ക്യാരിഡ് ഔട്ട്. ഇതും അത് തന്നെ, റിവ്യൂ പ്രൊസീജിയർ കറക്റ്റ് ആയിട്ട് ചെയ്താലല്ലേ നമുക്ക് റിസ്ക് കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റൂ. പിന്നെ മെറ്റീരിയാലിറ്റി ലെവൽ ഫിക്സ് ചെയ്യുന്നത് തന്നെ റിവ്യൂ പ്രൊസീജിയേഴ്സ് വെച്ചിട്ട് റിവ്യൂ പ്രൊസീജിയേഴ്സിന്റെ ബേസിസിലാണ്. ഇപ്പൊ റിവ്യൂ പ്രൊസീജിയേഴ്സ് തന്നെ കറക്റ്റ് ക്യാരി ഔട്ട് ചെയ്യില്ല, അപ്പോഴും അത് ക്വാളിറ്റി അഫക്ട് ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടർ. ടു റെഡ്യൂസ് ദ സാമ്പിൾ സൈസ്, വീണ്ടും ക്വാളിറ്റി എന്ന് വെച്ചാൽ നമുക്ക് കഥ പോലെ തന്നോണ്ടേയിരിക്കും. അതുപോലെ നമ്മൾ അതേപോലെ അങ്ങ് എടുത്തെഴുതിയാൽ മതി. പിന്നെ ഒരു ഹെഡിങ് കൊടുക്കണം എന്ന് വെച്ചാൽ ഇന്നത് അങ്ങനെ എടുത്തെഴുതിയാൽ മാത്രം മതി. അപ്പൊ ഇതിന്റെ അകത്താണെങ്കിൽ to reduce the sample size used in the test of details, samples were selected based on judgment rather than statistical methods. എന്നുവെച്ചാൽ നേരത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ജഡ്ജ്മെന്റിന്റെ ബേസിസില്ല. ജഡ്ജ്മെന്റ് ബേസ് എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പം ഒരു എക്സ്പീരിയൻസ്ഡ് ഓഡിറ്റർ ആണെങ്കിൽ കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ അവരുടെ ജഡ്ജ്മെന്റ് എപ്പോഴും ഒരുമാതിരിപ്പെട്ട കേസസിലൊക്കെ കറക്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ ജഡ്ജ്മെന്റ് ചെയ്യുന്നത് എങ്ങനെയാ, നമ്മളിപ്പോ ഒരു കമ്പനിയെ ജഡ്ജ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ റിവ്യൂ നടത്തി റിസ്ക് ഫാക്ടർ അസർട്ടൈൻ ചെയ്യും. ഇപ്പൊ റിസ്ക് കുറവാണെങ്കിൽ നമ്മൾ
എന്താ അത്ര ഓഡിറ്റ് സാമ്പിൾ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പിന്നെ നമ്മുടെ ജഡ്ജ്മെന്റ് ബേസിസിൽ തന്നെ പോയാലും വലിയ പ്രശ്നമില്ല. അതേസമയം ഇവിടെ റിവ്യൂ പ്രൊസീജിയർ പോലും കറക്റ്റ് ആയിട്ട് നടത്തിയിട്ടില്ല. അപ്പം ഹൈ റിസ്ക് ആണോ ലോ റിസ്ക് ആണോ എന്ന് പോലും അറിയാത്ത ഒരു കേസിലാണ് നമ്മൾ ജഡ്ജ്മെന്റ് മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. ഇൻ അഡീഷൻ ടു അപ്പൊ അതൊരു ക്രിട്ടിക്കൽ ക്വാളിറ്റി മാനേജ്മെന്റ് റിസ്ക് തന്നെയാണ്. ഇൻ അഡീഷൻ only parts of the population being tested were sampled. അതുപോലെ തന്നെ എന്താ പോപ്പുലേഷന്റെ ഒരു പാർട്ട് മാത്രമേ നമ്മൾ ഈ സാമ്പിളിംഗ് പ്രൊസീജിയേഴ്സിന് വേണ്ടി എടുത്തിട്ടുള്ളൂ. അതെന്താ അത് ഈ ഒരു പോപ്പുലേഷന്റെ റെപ്രസെന്റേറ്റീവ് ആണോ എന്ന് പോലും നമുക്ക് അറിയത്തില്ല. അപ്പം സാമ്പിളിംഗ് റിസ്ക് വരും. ഇതേപോലെ തന്നെ സാമ്പിളിംഗ് റിസ്ക് വരും. സാമ്പിളിംഗ് റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത സാമ്പിള് ഈ ഒരു പോപ്പുലേഷന്റെ റെപ്രസെന്റേറ്റീവ് ആയിരിക്കണം എപ്പോഴും. എന്നാലല്ലേ നമ്മളൊരു സാമ്പിളിന്റെ ബേസിസിലാണ് പറയുന്നത് എന്താ ഓഡിറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് റെപ്രസെന്റ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ. അപ്പം ആ എടുത്ത സാമ്പിൾ തന്നെ എന്താ പോപ്പുലേഷന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സും കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ കൊടുക്കുന്ന വ്യൂവിന് എന്തോ വിലയുള്ളേ. ഫോർ എക്സാമ്പിൾ, certain locations were not included in the samples of non-current assets selected for physical variations. Physical variations പോലുള്ള physical variation എന്താ ഈ എക്സിസ്റ്റൻസിന്റെ വൺ ഓഫ് ദ മെയിൻ എവിഡൻസ് ആണ്. അപ്പം അവിടെ തന്നെ അങ്ങനെ ഇതാണ് ക്വാളിറ്റിയുടെ കുറെ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ വന്നു. ഇപ്പൊ ഇതിൽ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഒരു പോയിന്റിന് ഒരു 1.5 മാർക്ക് വരെ, 1.5 മാക്സിമം 1.5 വരെ കിട്ടും. ഒരു 4 പോയിന്റ് എഴുതിയാൽ മതി. 4 പോയിന്റ് പിന്നെ പ്രൊഫഷണൽ മാർക്കും എല്ലാം കൂടെ കിട്ടും. എങ്ങനെ 6 മാർക്ക് കവർ ആവും. 4 അല്ലെങ്കിൽ 5 പോയിന്റ്, അതിൽ കൂടുതൽ ആവശ്യം വരത്തില്ല. കമന്റ് ഓൺ ദ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കമന്റ് ഓൺ ദ ക്വാളിറ്റി മാനേജ്മെന്റ് എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ് റേസ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് ദ ഓഡിറ്റ് ഓഫ് വയക്കോ ആൻഡ് ഫേം വൈഡ് പോളിസീസ് ഓഫ് ബങ്കോ. ഫേം വൈഡ് പോളിസീസ് എന്ന് വെച്ചാൽ ബങ്കോ ഫോളോ ചെയ്യുന്ന ഫേം വൈഡ് പോളിസീസുമായിട്ട് ബന്ധപ്പെട്ട ക്വാളിറ്റി മാനേജ്മെന്റ് ഇഷ്യൂസ് ആൻഡ് റെക്കമെൻഡ് എനി ആക്ഷൻസ് ടു ബി ടേക്കൺ. ഇപ്പം ക്വാളിറ്റി മാനേജ്മെന്റിൽ നിന്ന് മാത്രമേ പ്രശ്നം പറഞ്ഞിട്ടുള്ളായിരുന്നെങ്കിൽ എന്താ എന്ന് വെച്ചാൽ ഇതിലാണെങ്കിലും ഇത് എന്തൊക്കെ പ്രശ്നം വന്നാലും നമ്മളാണ് ഇവിടെ നമ്മുടെ കാരണം കൊണ്ട് വന്ന പ്രശ്നങ്ങളാണ് കൂടുതലും. ഇപ്പൊ ഈ കേസിൽ തന്നെ അവര് ഫീസ് കുറച്ചു. നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതുപോലെ ടോപ്പ് മാനേജ്മെന്റുമായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് പറയാം ഇതുപോലെ പറ്റത്തില്ല, ഇന്ന ഓഡിറ്റ് ഫീസ് തന്നെ തന്നേ പറ്റൂ, അല്ലെങ്കിൽ ഇന്ന ബേസിസിലേ തരാൻ പറ്റൂ, അങ്ങനെ പറയണം. അല്ലെങ്കിൽ നമ്മൾ ആ ഓഡിറ്റിൽ നിന്ന് പിന്മാറണം. ആ ഒരു ലോസ് സഹിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. അല്ലാതെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗത്തു തന്നെയാണ് പ്രശ്നം. എന്ന് വെച്ചാൽ ബേസിക്കലി നോക്കുമ്പോൾ എപ്പോഴും ക്വാളിറ്റി മാനേജ്മെന്റ് ഓഡിറ്ററിന്റെ പെർസ്പെക്റ്റീവ് തന്നെയാണ് റൈസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തങ്ങ് പോവാം. Split the mark allocation is shown against each issue. Assume it's 6th June 2015. ഇപ്പം 31st December 2014 റിപ്പോർട്ടും കൊടുത്തു, എല്ലാം കഴിഞ്ഞു. ഇപ്പം നമ്മൾ 6th June 2015 നമ്മൾ ഇത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ ആൻസർ നോക്കുവാണെങ്കിൽ the requirements for this question contain several different elements, so you had to bear in mind when reading the scenarios and constructing your answer. There are at least 4 elements that you had to think about: ethics, quality management, firm-wide policies, and actions for the firm to take. എൻ്റെ അത് പറഞ്ഞിട്ടുണ്ട്. റെക്കമെൻഡ് എനി ആക്ഷൻസിന് അപ്പം ഇപ്പം ഈ കേസസിലാണെങ്കിൽ 6 മാർക്കിൽ നമുക്ക് ഒരു 4 ഇത് എഴുതിയാൽ മതി. പിന്നെ ആക്ഷൻസ് നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ഈ 4 പ്രശ്നങ്ങൾക്കും കൂടെ ഒറ്റ ആക്ഷൻ ആയിട്ടങ്ങ് റെക്കമെൻഡ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പം സുഖമായിട്ട് 6 മാർക്ക് കിട്ടി. 4 പോയിന്റ് 6 മാർക്ക് കിട്ടി. 1.5 മാർക്ക് വെച്ചൊരു ബേസ് 1.5 മാർക്ക് വെച്ച് കൂട്ടി പോയാൽ മതി. There are at least the marking scheme contains quite a few marks for actions. It would have been difficult to score well if you had not included any. Part A ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. As a nice mini scenario on fee pressure, intimidation, threat pressure, mental pressure വരുന്നു, and the related drop in audit quality. അത് കാരണം വരുന്ന audit quality. ഒരു സിനാരിയോ ഒരു കഥ പോലെ പോവുക എന്ന് വെച്ചാൽ ഇന്റർലെക്ട് അല്ല. You needed to respond to the issue in the scenario and connect them up with your book knowledge. For example, the scenario contains the issue of audit committee refusing to increase the audit fee. Audit committee ആണ് clientന്റെ audit committee സമ്മതിക്കാതെ. You need to note this and say the intimidation threat. മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് പ്രഷർ വരുമ്പോഴാണ് നമുക്ക് ഇന്റിമിഡേഷൻ ത്രെട്ട്. അവിടെ മാനേജ്മെന്റിന്റെ ഓഡിറ്റ് കമ്മിറ്റി ആണ് പറയുന്നത് നമ്മളോട് ഫീസ് കൂട്ടാൻ അവർ സമ്മതിക്കത്തില്ല. അപ്പൊ അവിടെ ഇന്റിമിഡേഷൻ ത്രെട്ട് ആണ്. മാനേജ്മെന്റ് ഭാഗത്തു നമുക്ക് പ്രഷർ വന്നുകൊണ്ടിരിക്കുകയാണ്. Likewise, you should note that the materiality was increased in order to reduce the amount of audit work done, and then connect this here audit quality management, bookish knowledge of quality management. എന്നുവെച്ചാൽ ഓഡിറ്റ് വർക്ക് ചെയ്തതെല്ലാം നമ്മൾ മിനിമൈസ് ചെയ്തേക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ക്വാളിറ്റി ഉറപ്പായിട്ടും
affected ആയിരിക്കും. ഇപ്പോൾ easy marks part A contains some easy marks for identifying the intimidation threat. Intimidation threat ഒറ്റ പോയിന്റ് നമുക്ക് മനസ്സിലാവും intimidation threat ഉണ്ട്. അതുപോലെ quality management issues were clearly cut out. ACCA examining teams comment part A describe how the audit committee of OICO refused to agree to an increase in the audit fees despite an increase in the company's operation. Consequently, the audit firm increased the materiality level used during the audit, reduced the sample size reduced the upfront quality കുറയാണ് when obtaining the audit evidence and cut out some review procedures. Many candidates attempted this part of the question well. Effective answers explain the intimidation threat to objectivity. Intimidation threat എല്ലാ threatഉം objectivity ആണ് നമ്മൾ first affect ആവുന്നത്. Caused by fee pressure and went on discussing the impact of each of the issues raised in the scenario on the quality of the audit. ഏത് threat വന്നാലും അത് quality എങ്ങനെ പോയാലും affect ചെയ്യും. ഇവിടെ quality management issues എടുത്ത് ചോദിച്ചേക്കുന്നതുകൊണ്ടാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ threatsഉം ഇതിപ്പം audit risk ആണെങ്കിലും ethical risk ആണെങ്കിലും professional risk ആണെങ്കിലും ഇതെല്ലാം quality affect ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ്. പക്ഷെ ഇവിടെ എടുത്ത് ചോദിച്ചേക്കുന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. It was pleasing to see many clients discuss matters such as sampling risk ഞാൻ പറഞ്ഞില്ലേ, sample representative അല്ലെങ്കിൽ, and the need to review the procedures to assure the quality of the audit work and reduce the audit firm's detection risk. സാമ്പിളിംഗ് റിസ്ക് കൂടുന്തോറും എഫക്റ്റീവ് ആയിട്ട് ഡിറ്റക്ഷൻ റിസ്ക്കും കൂടും. കാരണം എന്ന് വെച്ചാൽ ഒരു എഫക്റ്റീവ് സാമ്പിൾ അല്ല സെലക്ട് ചെയ്തേക്കുന്നത്, അപ്പം എറേഴ്സിന്റെ സാധ്യത കൂടും. അപ്പോൾ ഡിറ്റക്ഷൻ റിസ്ക് സ്വാഭാവികമായിട്ട് അവിടെ നിലനിൽക്കും. Weaker answers tended to be repetitive and for each of the issues simply say that not enough evidence could be obtained. അങ്ങനെ പറഞ്ഞിട്ട് മാത്രം എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ വേർഡ്സ് നമ്മൾ എപ്പോഴും ഒതുക്കി കളയല്ല, റിസൾട്ടിങ് ഇൻ മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഇൻഅപ്രോപ്രിയേറ്റ് ഓഡിറ്റ് ഒപ്പീനിയൻ. ഫസ്റ്റ് കേസ് ഇന്റിമിഡേഷൻ തൊട്ട് ഫസ്റ്റ് വന്നേക്കുന്ന ഇന്റിമിഡേഷൻ തൊട്ട് നമ്മൾ ഇപ്പോൾ ഈ ഒരു കേസിൽ നോക്കുമ്പോൾ അറിയാം, കഥ വായിച്ചു പോകുമ്പോൾ നമുക്ക് ആ ഓർഡർ നിങ്ങൾ കഥ വായിച്ചു പോകുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ നോട്ട് ചെയ്ത് പോയാൽ നമുക്കൊരു ഇത് വരുമല്ലോ, വെള്ളപ്പേപ്പർ വരില്ല, വെള്ളപ്പേപ്പറിലോട്ട് നമുക്ക് അന്നേരം മനസ്സിൽ തോന്നും നമ്മൾ ഈ കഥ വായിച്ചു പോകുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ എഴുതി പോകണം. എന്ന് വെച്ചാൽ ആദ്യം മനസ്സിൽ വരുന്ന ത്രെട്ട്, പിന്നെ അത് കഴിഞ്ഞുള്ള ത്രെട്ട് എന്ന് വെച്ചാൽ 2 കോളമായിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പം നിങ്ങൾക്ക് എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണെന്ന് നോക്കണം. എന്നിട്ട് ഇപ്പൊ ഈ കേസസിലാണെങ്കിൽ നിങ്ങൾ 2 കോളം ഉണ്ടാക്കണം, ഒന്ന് ക്വാളിറ്റി മാനേജ്മെന്റ്, ഒന്ന് എത്തിക്കൽ ഓർ പ്രൊഫഷണൽ ഇഷ്യൂസ്. അപ്പോൾ ഈ കഥ വായിച്ചു പോകുന്നതിനിടയിൽ ഡിവൈഡ് ചെയ്ത് എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് സോർട്ട് ചെയ്ത് ബാക്കി എക്സാമിന്റെ ടൈപ്പ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് എഴുതി പോയാൽ മതി. അവിടുന്ന് അതേപോലെ എടുക്കുക, എന്നിട്ട് എഴുതി അങ്ങ് പോവുക. ഇപ്പം ഓഡിറ്റ് കമ്മിറ്റി റെഫ്യൂസ് ടു ഇൻക്രീസ് ദ ഓഡിറ്റ് ഫീസ്, അത് നേരെ ഇവിടെ ഇന്റിമിഡേഷൻ ത്രെട്ട് ആയിട്ട് എത്തിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതുക. പിന്നെ മെറ്റീരിയാലിറ്റി ലെവൽ വാസ് ഇൻക്രീസ്ഡ് ലെഫ്റ്റ് സൈഡിൽ ക്വാളിറ്റി മാനേജ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂല്. റിവ്യൂ പ്രൊസീജിയേഴ്സ് ക്വാളിറ്റി മാനേജ്മെന്റ്, സാമ്പിളിങ് ജഡ്ജ്മെന്റ് ബേസിസ് ക്വാളിറ്റിയുടെ ഒരു ബന്ധപ്പെട്ട എല്ലാം ക്വാളിറ്റിയുടെ ബേസിസിലാണ് വരുന്നത് ഈ ഒരു ഫസ്റ്റ് എയുടെ കേസ് വരുമ്പോൾ. ഇപ്പം ഫസ്റ്റ് ഇന്റിമിഡേഷൻ ത്രെട്ട് നമ്മൾ ക്വാളിറ്റി മാനേജ്മെന്റിന് സെപ്പറേറ്റ് ആക്ഷനും ഇതിന് സെപ്പറേറ്റ് ആക്ഷൻ, എത്തിക്കൽ പ്രിൻസിപ്പിൾസിന് വേറെ ഒരു സെപ്പറേറ്റ് ആക്ഷൻ പറയാനും അതാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ ക്വാളിറ്റി മാനേജ്മെന്റിന് എത്തിക്കൽ ഇതിനും ഇത് സേഫ് ഗാർഡ്സ്, ചിലതിന് സേഫ് ഗാർഡ്സ് വെക്കാം, ചിലതിന് സേഫ് ഗാർഡ്സ് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ ഇതായിരിക്കും നല്ലത്. ഇപ്പം ക്വാളിറ്റി മാനേജ്മെന്റ് എല്ലാം കൂടെ നിങ്ങൾ ഒറ്റ ആക്ഷൻ പറഞ്ഞാൽ മതി. അതുപോലെ ഇന്റിമിഡേഷൻ ത്രെട്ട് എന്ന് വെച്ചാൽ എത്തിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന ത്രെട്സിനെല്ലാം കൂടെ ഒറ്റ ആക്ഷൻ പറഞ്ഞാൽ മതി. When the audit client imposes fee pressure on the audit firm, an intimidation threat to objectivity arises. അതാണ് fee pressure കൂടുമ്പോൾ intimidation threat വന്നു. ISBA Code of Ethics defines the intimidation threat as the threat that professional accountant will be deterred from acting objectively because of actual or perceived pressure. Gives an example of intimidation threat where the audit firm is being pressured to reduce inappropriately the extent work performed in order to match the fee they can obtain to the work performed. എന്ന് വെച്ചാൽ ഓഡിറ്റ് ഫീസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഓഡിറ്റ് വർക്കും ഇത് ചെയ്യും. അപ്പം നമ്മുടെ മെന്റൽ പ്രഷറാണ് അവിടെ വരുന്നത്. അതൊരു ഇന്റിമിഡേഷൻ ത്രെട്ട് തന്നെയാണ്. ആക്ഷൻ The matter should be discussed with the WICO's audit committee, with the audit firm stressing that the new location would lead to increase the scope of the audit and therefore the fees should increase rather than remain the same. It should also be brought to the attention of WICO's partner responsible for ethics. എന്ന് വെച്ചാൽ ടോപ്പ് മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കിനുള്ള ഫീസ് തന്നാലേ പറ്റത്തുള്ളൂ എന്ന് എടുത്തു പറയണം. അത് കാരണം ഓഡിറ്റ് ക്വാളിറ്റി റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് തന്നെ എടുത്തു പറയണം. മെറ്റീരിയാലിറ്റി quality management the fee pressure has resulted in the materiality level being increased. Materiality level കൂട്ടി, അപ്പോൾ ക്വാളിറ്റി സ്വാഭാവികമായിട്ട് കുറഞ്ഞു. Presumably in order to reduce the level of audit procedures performed and thus cut the cost of the audit. എന്ന് വെച്ചാൽ ഓഡിറ്റ് മെറ്റീരിയാലിറ്റി പറയുമ്പോൾ അത് ബാക്കിയുള്ള
എന്താ അതിന് താഴോട്ട് വരുന്ന എല്ലാ മാറ്റേഴ്സും നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പം ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് കുറയും. അതുകൊണ്ട് നമുക്ക് ഓഡിറ്റ് കോസ്റ്റ് കുറയും. എന്ന് വെച്ചാൽ ഈ ഓഡിറ്റ് ഫീസിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്വാളിറ്റി എഫക്ട് ചെയ്യാണ്. ദിസ് ലീഡ് ടു എ റിസ്ക് ദാറ്റ് ഇൻസഫിഷ്യന്റ് ഓഡിറ്റ് എവിഡൻസ് മേ ബി ഒബ്റ്റൈൻഡ്. സഫിഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ആണ് കളക്ട് ചെയ്യുന്നതാണ് ഓഡിറ്റിന്റെ വൺ ഓഫ് ദ മെയിൻ പ്രൊസീജിയേഴ്സ്. അത് തന്നെ കറക്റ്റ് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഓഡിറ്റ് ക്വാളിറ്റി എങ്ങനെയായാലും എഫക്ട് ചെയ്യില്ല. ദിസ് മേ ഹാവ് ബീൻ ഒബ്റ്റൈൻഡ് ടു സപ്പോർട്ട് ദ ഓഡിറ്റ് ഒപ്പീനിയൻ വിത്ത് ദ റിസ്ക് ഹൈറ്റൻഡ് ബൈ ദ ഫാക്ട് ദാറ്റ് സം റിവ്യൂ പ്രൊസീജിയേഴ്സ് വെർ നോട്ട് ക്യാരിഡ് ഔട്ട്. സം റിവ്യൂ പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ റിസ്ക് അസർട്ടൈനിങ് റിവ്യൂ പ്രൊസീജിയേഴ്സിലാണ് നമ്മൾ റിസ്ക് അസർട്ടൈൻ ചെയ്യുന്നത്, അതും ചെയ്തിട്ടില്ല. ദിസ് ഇൻ ഇറ്റ് സെൽഫ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് അപ്രോപ്രിയേറ്റ് ക്വാളിറ്റി മാനേജ്മെന്റ് പ്രൊസീജിയേഴ്സ് ഹാവ് നോട്ട് ബീൻ അപ്ലൈഡ് ടു ദ ഓഡിറ്റ്. ISA 220 ക്വാളിറ്റി മാനേജ്മെന്റ് മറ്റേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ക്വാളിറ്റി മാനേജ്മെന്റ് 220. Quality management for an audit of financial statement requires the audit engagement partner to review the audit documentation to be satisfied that the audit work is complete and that sufficient and appropriate audit evidence has been obtained to support the conclusion reached and for the audit reports to be issued. നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഓഡിറ്റ് എൻഗേജ്മെന്റ് പാർട്ണർ സഫിഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഇവിടെ ആ ഒരു കേസ് തന്നെ കറക്റ്റ് ആണെന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെയാലും ക്വാളിറ്റി എഫക്ട് ചെയ്തിട്ടുണ്ടല്ലോ. സാമ്പിൾ സൈസ് ദർ വാസ് ഓൾസോ ക്വാളിറ്റി മാനേജ്മെന്റ് ഇഷ്യൂസ് വിത്ത് സെലക്ടിങ്. ഇത് നോക്കുന്ന കഥ തന്നെ ആദ്യം ഫീസിന്റെ കേസ് വന്നു, പിന്നെ മെറ്റീരിയാലിറ്റി ലെവൽ ഡിക്രീസ് ചെയ്തു, റിവ്യൂ പ്രൊസീജിയേഴ്സ് വരെ കവറായി. കഥ പറഞ്ഞ് നമ്മൾ ഓരോ ലൈനിലും ഇതിന്റെ കാരണം ഇതാണ്, ഇത് കാരണം ഇന്നത് സംഭവിക്കും, അതുപോലെ ഇത് കാരണം ഇന്നത് സംഭവിക്കും, ഇൻക്രീസ് ഡ്യൂറിങ് മെറ്റീരിയാലിറ്റി ലെവൽ ഇൻക്രീസ് ചെയ്താൽ ഇങ്ങനെ പ്രശ്നം വരും, ഇതാണ് അതിന്റെ കാരണം. അതുപോലെ റിവ്യൂ പ്രൊസീജിയേഴ്സ്. പിന്നെ അടുത്ത കഥയിലേക്ക് റെഡ്യൂസ് സാമ്പിൾ സൈസ് യൂസ്ഡ് ഇൻ ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ്. സാമ്പിൾ സൈസ് റെഡ്യൂസ് ചെയ്ത് അതുപോലെ ആ ഒരു ഓർഡർ തന്നെ പറഞ്ഞു പോയാൽ അതാണ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനും എളുപ്പം. There are also quality management issues with selection of samples to be used in the test of details. First, the use of judgmental sampling may result in sample size which are smaller that would have been selected using statistical sampling method, or in the selection of items which are not representative of the whole population. That is sampling risk. 530. Audit sampling. Audit sampling requires the auditor to determine a sample size sufficient to reduce the sampling risk to an acceptable low level and to select items for the sample in such a way that sampling unit in the population has an equal chance of selection. The risk is that the use of judgment would lead to inappropriate audit conclusion to be made. എന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത സാമ്പിള് ഒരു ആ പോപ്പുലേഷന്റെ റെപ്രസെന്റേറ്റീവേ അല്ല, ആ പോപ്പുലേഷന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സും റെപ്രസെന്റ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് എടുക്കുന്ന ഡിസിഷൻസ് അത് ബയാസ്ഡ് ആയിരിക്കും. ബയാസ് എന്ന് വെച്ചാൽ അതിന്റെ ജഡ്ജ്മെന്റ് അഫക്റ്റഡ് ആയിരിക്കും. അപ്പം അതും ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് പ്രശ്നമാണ്. Second, it seems that some items in the population were completely excluded from the sample. എന്ന് വെച്ചാൽ കുറച്ച് ഏരിയാസ് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. There is a high risk that these items have not been subject to sufficient audit procedures and that relevant assertions has not been covered by the audit testing. എന്ന് വെച്ചാൽ relevant assertions എന്ന് പറയുമ്പോൾ completeness, existence, പിന്നെന്താ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ, അങ്ങനെ വേരിയസ് അസേർഷൻസ് അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്തില്ല. ഇപ്പം മറ്റേ കേസസിലാണെങ്കിൽ നോൺ കറന്റ് അസറ്റ്സ് ഫിസിക്കലി വെരിഫൈ ചെയ്യില്ല. അത് എക്സിസ്റ്റൻസിന്റെ ഒരു മെയിൻ ഇതാണ്. ആൻഡ് നോ അതർ പ്രൊസീജിയേഴ്സ് റെലവന്റ് ടു ദ എക്സിസ്റ്റൻസ് ഹാവ് ബീൻ പെർഫോംഡ് ദെൻ അസറ്റ്സ് റെക്കഗ്നൈസ്ഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മേ ബി ഓവർസ്റ്റേറ്റഡ്. അങ്ങനെ ഒരു അസറ്റ് ശരിക്കും റെക്കഗ്നൈസ്ഡ് അല്ലെങ്കിൽ എന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ അസറ്റ്സ് ഓവർസ്റ്റേറ്റഡ് ആയിരിക്കും. അപ്പോഴും നമ്മുടെ ഓഡിറ്റിന്റെ ക്വാളിറ്റി അഫക്ട് ചെയ്യുന്ന കൺക്ലൂഷൻ. Given the pressure on the audit fees which seems to be affecting the quality of the audit work performed, Banco may wish to consider whether it is appropriate to continue with the audit engagement. The audit firms concerned should be communicated with those charged with governance. The audit committee should be made aware of the implications of the fee pressure. അതേ സെയിം ആക്ഷൻസ് തന്നെയാണ്. ഈ കൺക്ലൂഷൻ വരുമ്പം ഈ ആക്ഷൻ ഒക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ വരുന്നതെന്ന് പറയുമ്പം ബി പാർട്ട്. ബി പാർട്ടിൽ ബി പാർട്ടിൽ വരുന്നത് അടുത്ത കേസ്. സം ഓഫ് ദ ഓഡിറ്റ് വർക്ക് വാസ് പെർഫോംഡ് ബൈ an overseas office of Bank and Co. in an offshoring arrangement. Offshoring arrangement എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഈ അങ്ങനെ അതുപോലത്തെ മറ്റു ഫേംസ് ഒക്കെ അവരുടെ വർക്ക് നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്തിട്ടാണ്. ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഔട്ട്സോഴ്സിംഗ് തന്നെ എന്നുവെച്ചാൽ നമ്മളെ വേറൊരു കൺട്രിയിൽ ചീപ്പ് ലേബർ ആയതുകൊണ്ട് അവിടോട്ട് കൊടുത്ത് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ ഓഫ്ഷോറിംഗ്. ദിസ് പ്രാക്ടീസ് ഈസ് എൻകറേജ്ഡ് ബൈ Bank and Co, whose managing partners see it as a way of improving the audit efficiency.
The overseas office performs the work at a lower cost, low cost lower ആണ്, and it's largely low risk non judgmental area. എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഓഫ് ഷോറിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ എപ്പോഴും വലിയ റിസ്ക് ഫാക്ടർ ഇല്ലാത്ത വലിയ ജഡ്ജ്മെന്റൽ നമ്മുടെ ഒരു സിഗ്നിഫിക്കൻറ്റ് ജഡ്ജ്മെന്റ് ഇൻവോൾവ് ചെയ്യാത്ത ആക്ടിവിറ്റീസ് മാത്രമേ നമ്മളെപ്പോഴും ഔട്ട്സോഴ്സ് അല്ലെങ്കിൽ ഓഫ് ഷോർ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ കാരണം എന്ന് വെച്ചാൽ ഇപ്പം വേറൊരു കൺട്രിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല. കാരണം നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന ക്ലയന്റ് ഹൈ റിസ്ക് ആണോ ലോ റിസ്ക് ആണോ, അല്ലെങ്കിൽ അവര് അവരുടെ ഇന്റഗ്രിറ്റി എന്താണ്, ഡയറക്റ്റ് ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്ന പോലെ ഒരു കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ വലിയ എന്ന് വെച്ചാൽ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് വലിയ എന്താ വെച്ചാൽ ജസ്റ്റ് പേപ്പർ വർക്ക് ആക്ടിവിറ്റീസ് അത്ര ഇന്റഗ്രൽ പാർട്ടായിട്ട് അല്ലാത്ത ആക്ടിവിറ്റീസ് മാത്രമേ നമ്മൾ എപ്പോഴും ഔട്ട്സോഴ്സ് ചെയ്യാവൂ. വർക്ക് ഇൻക്ലൂഡ് ഇൻ ദിസ് അറേഞ്ച്മെന്റ് ഫോർ ദ ഓഡിറ്റർ. ഫോർ എക്സാമ്പിൾ ന്യൂമറിക്കൽ ചെക്ക് ഓൺ ഡോക്യുമെന്റേഷൻ. ന്യൂമറിക്കൽ ചെക്ക് അത്ര പ്രശ്നമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന പ്രശ്നമാണ്. ഇൻ അഡീഷൻ ടു ഓവർസീസ് ഓഫീസ് റീഡ് ദ മിനിറ്റ്സ് ഓഫ് ബോർഡ് മീറ്റിംഗ്. മിനിറ്റ്സ് ഓഫ് ബോർഡ് മീറ്റിംഗ് ഒരു പ്രശ്നമാണ്. കാരണം ബോർഡ് മീറ്റിംഗ്സിലാണ് ഒരുമാതിരിപ്പെട്ട കമ്പനിയുടെ എല്ലാ ഇഷ്യൂസും പ്രശ്നങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അത് വെരിഫൈ എന്ന് പറയുമ്പോൾ ഇപ്പം ഡയറക്റ്റ് കമ്പനിയുമായിട്ട് റിലേഷൻ ഉള്ള അല്ലെങ്കിൽ ഡയറക്റ്റ് കമ്പനിയുമായിട്ട് ഇടപെട്ട ഒരാൾക്കേ മനസ്സിലാകത്തുള്ളൂ മിനിറ്റ്സിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാമെന്ന്. ഇപ്പം ഒരു സിഗ്നിഫിക്കന്റ് ഡെപ്തർ ഇൻസോൾവെന്റ് ആയി, അപ്പം എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ആ കമ്പനി ഞാൻ ഓഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം. എന്ന് വെച്ചാൽ മറ്റു ഡോക്യുമെന്റ്സ് എല്ലാം പല ഡോക്യുമെന്റ്സ് ഇപ്പം റിസീവബിൾ നോട്ട്സ് അല്ലെങ്കിൽ ട്രേഡ് റിസീവബിൾസിന്റെ ലെഡ്ജർ വായിച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇതുപോലെ ഇപ്പം ഇന്ത്യയിലെ ഒരു ക്ലയന്റ് ആണ് ഇൻസോൾവെന്റ് ആയത്. അപ്പം ഇവിടെ സ്വാഭാവികമായിട്ടും പത്രം വായിക്കുകയാണെങ്കിലും അല്ലെ എങ്ങനെയും എന്തെങ്കിലും ഒരു ഇത് വെച്ച് എനിക്ക് അറിയാനുള്ള സാധ്യതയെക്കാളും വളരെ കുറവായിരിക്കും പുറത്തുള്ള ഒരാൾക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നത്. അപ്പം ഇപ്പം വായിച്ചു നോക്കുമ്പോൾ ഈ മിൻസിൽ അങ്ങനെ വായിച്ചു നോക്കി അവർ അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. അതേസമയം ഞാൻ മിൻസ് വായിക്കുമ്പോൾ ഞാനത് നോക്കും, ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ ചെയ്തിട്ടുണ്ടോ, ഒരു ഇമ്പയർമെന്റ് ലോസ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ നമ്മൾ വെരിഫൈ ചെയ്യാം. അപ്പം വലിയതായിട്ട് ജഡ്ജ്മെന്റ് വരുന്നില്ല. പക്ഷെ ഈ കേസ് ഇപ്പൊ ഈ ഒരു കേസിൽ വരുന്നുണ്ട്, മിൻസ് റീഡ് ചെയ്യുന്ന കേസിൽ. അത് നോക്കുകയാണെങ്കിൽ B should not have been difficult provided that you read the scenario carefully. This may have been more difficult, however, if you do not have experience in working in an audit firm and thus less of offshoring. In some ways, there was not that much to say in 5 marks available. 5 മാർക്കേ ഉള്ളൂ ഈ കേസിന്. അപ്പോൾ ഒരു 3 പോയിന്റ് 4 പോയിന്റ് പിന്നെ 3 പിന്നെ ഒരു ആക്ഷൻസും ആക്ഷൻസ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ളത്. ഇൻ സം വേസ് എസെൻഷ്യലി ഇറ്റ് ഈസ് ഓക്കെ ടു ഓഫ് ഷോർ ചെയ്യുന്നതിന് യാതൊരു തെറ്റുമില്ല, പക്ഷെ നോൺ ജഡ്ജ്മെന്റൽ വർക്ക് ആയിരിക്കണം. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഓക്കെ ടു ഓഫ് ഷോർ വർക്ക് ദാറ്റ് റിക്വയർസ് സബ്സ്റ്റാൻഷ്യൽ ജഡ്ജ്മെന്റ് വേണ്ട കേസസ് നമ്മളെപ്പോഴും ഓഫ് ഷോർ ചെയ്യാത്തത് തന്നെ ആയിരിക്കും നല്ലത്. ആൻഡ് ഇൻ പെർട്ടിക്കുലർ വർക്ക് വിച്ച് റിക്വയർസ് നോളജ് ഓഫ് ദ ക്ലയന്റ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഈ കേസ് നമ്മൾ ഡയറക്റ്റ് ഫീൽഡ് വർക്ക് ഇറങ്ങി ഒരു ക്ലയന്റുമായിട്ട് നോളജ് ഗെയിൻ ചെയ്യുന്ന പോലെ ഒരിക്കലും നമ്മൾ ഓഫ് ഷോറിംഗ് അറേഞ്ച്മെന്റ് കിട്ടത്തില്ല. വിച്ച് ദോസ് വർക്കിംഗ് ഓഫ് ഷോർ ആർ അൺലൈക്ലി ടു ഹാവ്. ഇറ്റ്സ് വെയർലി ക്ലിയർലി ഇൻ ദ സിനാരിയോ ദാറ്റ് ന്യൂമറിക്കൽ ചെക്സ് ഓൺ ഡോക്യുമെന്റേഷൻ ആർ ഓക്കെ. ന്യൂമറിക്കൽ ചെക്ക് ആർക്കും വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിന് പ്രത്യേകിച്ച് ഒരു കഴിവോ എന്താന്ന് വെച്ചാൽ ഒരു പ്രത്യേകിച്ചൊരു ഡയറക്റ്റ് ക്ലയന്റുമായിട്ടൊരു ബന്ധം വേണമെന്നില്ല. എന്ന് വെച്ചാൽ ക്ലയന്റിനെ കുറിച്ച് വലിയ സംഭവം നോളജ് ഒന്നും വേണമെന്നില്ല. But that reviewing board minutes is not okay. This is then raises the quality management issues which connect to the firm-wide policies asked by the requiring. എന്ന് വെച്ചാൽ firm-wide policies ഫോളോ ചെയ്യുന്ന കാര്യത്തിൽ വരുന്ന ക്വാളിറ്റി മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഇതാണ് ചോദിച്ചത്. ഇപ്പൊ ഈ കേസിൽ ഇൻ റെസ്പെക്ട് ഓഫ് ദ ഓഡിറ്റ് ഓഫ് ഈ ഓഡിറ്റിന്റെ കേസിലും ഉള്ള കാര്യങ്ങൾ പറയണം. പിന്നെ ബങ്കോ എല്ലാ ഓഡിറ്റ് ക്ലയന്റിലും പൊതുവായിട്ട് ഫോളോ ചെയ്യുന്ന വരുന്ന പ്രശ്നങ്ങളും പറയണം. ക്വാളിറ്റി മാനേജ്മെന്റ് ഇഷ്യൂസ് വരുമ്പോൾ അപ്പൊ ഇതിന്റെ അത് പറഞ്ഞിട്ടുണ്ട്. This is non-judgment work included in the see it as a way this practice is encouraged by bank and എന്ന് വെച്ചാൽ അവര് സ്വാഭാവികമായിട്ടും ഒത്തിരി തവണ ഇത് ചെയ്ത് ഒരുമാതിരിപ്പെട്ട എല്ലാ കേസിലും ഇത് ചെയ്യുന്ന, അപ്പൊ അത് ഫേം വൈഡ് പോളിസിയാണ്. അങ്ങനെ വന്ന ക്വാളിറ്റി മാനേജ്മെന്റ് ഇഷ്യൂസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തേക്കുന്നത്. This is okay. Traces the quality management issues which connects to the firm-wide policies asked for by the requirements. നമ്മൾ എപ്പോഴും സിനേറിയോ ആയിട്ട് അല്ലെ ക്വസ്റ്റ്യനുമായിട്ട് കണക്ട് ചെയ്ത് വേണം സിനേറിയോ ആൻസർ ചെയ്യാൻ. States that Banco encourages this practice and this is a firm-wide policy that may have the implication on quality management.
B part focused on the issue of offshoring audit work. Answers range in the quality with some good attempts which identified that while offshoring can bring efficiencies to an audit, care must be taken in deciding type of work that is performed by the overseas officer. എന്താ ഓഫ്ഷോറിങ് എപ്പോഴും ഒരു നമ്മുടെ ചില പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ നല്ലതാണ്, വെച്ചാൽ കോസ്റ്റ് കുറയ്ക്കാൻ നല്ലതാണ്. പിന്നെ നമ്മൾ ഇപ്പം നമുക്കറിയാത്ത ഒരു ICA സ്റ്റാൻഡേർഡ്സിന്റെ ഒരു കേസസിൽ നമുക്ക് കുറച്ച് എക്സ്പേർട്സിനെ ഹയർ ചെയ്യാൻ വെളിയിലുള്ള അങ്ങനത്തെ കേസസിലൊക്കെ നല്ലതാണ്. പക്ഷെ എന്നാൽ പോലും ഡയറക്റ്റ് കമ്പനിയുടെ ഫീൽഡ് വർക്കിൽ കിട്ടുന്ന ഒരു നോളജ് ഉണ്ടെന്ന് വരത്തില്ല. ഫ്രം ദിസ് സിനാറിയോ ഇറ്റ് ഷുഡ് ഹാവ് ബീൻ ഐഡന്റിഫൈഡ് ദാറ്റ് ഓഫ്ഷോറിംഗ് പ്രൊസീജിയേഴ്സ് സച്ച് ആസ് റീഡിംഗ് ഓഫ് ബോർഡ് മീൻസ് ഒക്കെ ഇത് തന്നെ judgmental areas and to identify audit issue was not appropriate, but relatively few answers mentioned at this point. Weaker answers tended to suggest that overseas office would be incompetent and unable to perform even the simplest of the audit procedures. അങ്ങനെ വരത്തില്ല, കാരണം നമ്മളെപ്പോഴും ഓഡിറ്റ് ക്ലയന്റ് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുമ്പം നമ്മൾ ക്വാളിറ്റി റെഡ്യൂസ് ചെയ്യാനായി മനഃപൂർവ്വം നമ്മൾ ക്വാളിറ്റി റെഡ്യൂസ് ചെയ്യാനായിട്ടൊന്നും ചെയ്യത്തില്ല. കാരണം നാളെ ക്ലയന്റ് കേസ് കൊടുക്കുമ്പോൾ നമുക്ക് വരുന്നത്, അല്ലാതെ ഔട്ട്സോഴ്സ് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരില്ല. നമ്മുടെ പബ്ലിക് അപ്പിയറൻസ് അവിടെ മോശമാവുന്നത്. അപ്പം അങ്ങനെ ഇൻകോമ്പിറ്റന്റ് ആണ് അല്ലെ അൺഎബിൾ ടു അത് ചെയ്യാൻ പാടില്ല അങ്ങനൊന്നും പറയാനുള്ള ഇതില്ല. നോൺ ജഡ്ജ്മെന്റൽ ആക്ടിവിറ്റീസ് ആവണമെന്നില്ല. സം കാൻഡിഡേറ്റ്സ് മിസ്ഇന്റർപ്രറ്റഡ് ദ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ദാറ്റ് ദ സിനാറിയോ വാസ് അബൌട്ട് യൂസിങ് കോമ്പിറ്റൻസിയുടെ പ്രശ്നമേ അല്ല ഇവിടെ കോമ്പിറ്റൻസിയുടെ അല്ല, ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് കറക്റ്റ് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കേസാണ് വരുന്നത്. Offshoring of audit work. The offshoring of audit work has become increasingly common in the audit profession in the last few years. ഇത് എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. With the audit client firms using low-cost overseas audit officers or the service centers to perform some audit procedures. There is no regulation to prohibit this practice. അത് അങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ യാതൊരു നിയമങ്ങളും ഇല്ല. അതായത് എല്ലാവരും ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾക്കാണേലും ഒരു കാര്യം നമ്മൾ ഇവിടുന്ന് ഇപ്പം നമ്മള് ബംഗാളികളെ ഹയർ ചെയ്യുന്ന പോലെ തന്നെ എന്നുവെച്ചാൽ മലയാളികള് ഉഴപ്പുന്ന, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ മലയാളികള് 1000 രൂപയ്ക്ക് ചെയ്തു തരുന്ന ഒരു സാധനം ബംഗാളികള് 800 രൂപയ്ക്ക് ചെയ്തു തരാന്ന് പറയുമ്പോൾ നമ്മൾ അവരെ വിളിക്കുന്നത്. അത്രേ ഉള്ളൂ സംഭവം. വെളിയിൽ നിന്ന് ലേബറിനെ ഹയർ ചെയ്യുന്ന അത്രേ ഉള്ളൂ. There is no regulation to prohibit this practice, but quality management implications have been brought into question. If the overseas office is performing only low risk and non-judgmental work, the risk of audit quality is relatively low. Non-judgmental activities ആണ് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവുമില്ല, കാരണം ക്വാളിറ്റി മാനേജ്മെന്റ് റിസ്ക് കുറവാണ്. However, it seems that in this case, workers audit other more subjective areas where it is including offshoring arrangements such as reviewing of board minutes. In order to properly assess the contents of the board minutes for the audit implication, work should be performed by the auditor with sufficient knowledge and understanding of the audit client. Audit clientന്റെ നോളജിനേക്കാളും മെയിൻ വരുന്നത് ഇവിടെ ക്ലയന്റിനെ കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ആ മീൻസ് വായിച്ച് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു ഇത് വേണം. To be able to identify the matters which are significant in the context of the audit. എന്ന് വെച്ചാൽ ആ ഒരു ഓഡിറ്റിന്റെ കേസസിൽ അല്ലെ ആ ഒരു ക്ലയന്റിന്റെ കറന്റ് സിറ്റുവേഷൻസിന്റെ ബേസിസിൽ മിനിറ്റ്സ് വായിക്കാൻ മനസ്സിലാവണം ഇത് പ്രശ്നമില്ല, ഇത് പ്രശ്നമുണ്ട്, ഇങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുള്ള ആൾ വേണം. It is unlikely that the auditor in an overseas office with no direct understanding, ആ ക്ലയന്റോട് യാതൊരു ബന്ധവും ഇല്ല, അവരുമായിട്ട് യാതൊരു എക്സ്പീരിയൻസും ഇല്ല, ജസ്റ്റ് പേപ്പറിൽ കൂടെ മാത്രം അവരെ കുറിച്ച് അറിയാവുന്ന ഒരു ഓഫീസറിന് ഒരിക്കലും അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. Would be able to identify the relevant matters for the attention of the rest of the audit team. If Bank & Co wishes to continue the offshoring of audit procedures, then controls must be put in place to ensure that only appropriate tasks എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് വരാത്ത non-judgmental activities and the monitoring and review procedures are performed to give comfort or quality of the work performed. അതെല്ലാം ഓഡിറ്റ് ഫേമിന്റെ കേസസിൽ വരുന്ന quality പ്രശ്നങ്ങളാണ്. The audit firm must ensure that its firm-wide policies are to requirements of ISQ and quality management for the firm that perform audit or review of the financial statement or other issues, assurance or related service engagement, and that commercial consideration do not take priority over the performance of high-quality audits. The audit firm must ensure that its firm-wide policies are to the requirements of quality management principles. അതർ ചെയ്ത് തന്നെ ആയിരിക്കണം നമ്മളെപ്പോഴും ഒരു ഓഡിറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഓഡിറ്റ് ഫേം for the firm that performs audit or services to the financial statement, other assurance or related service engagement, and that commercial consideration do not take priority. Commercial consideration എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ, എന്നുവെച്ചാൽ ഫീസ് കൂടിയെന്നും പറഞ്ഞുകൊണ്ടുണ്ടെങ്കിൽ നമ്മൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അല്ലാത്ത കേസിൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. Credit will also be awarded for other relevant comments on the issue of offshoring. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും നമ്മൾ P-level ഒരു ഇന്ന പോയിന്റ് ഓഫ് വ്യൂ ഇല്ല, എന്ന് വെച്ചാൽ കറക്റ്റ് ഒരു വേ ഇല്ല. നമ്മൾ എങ്ങനെ ആൻസർ ചെയ്താലും ആ കറക്റ്റ് പോയിന്റ്
അല്ലെ ആ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്താൽ മതി. അല്ലാതെ ഇന്ന ഒരു മെത്തേഡിൽ കൂടെ ആൻസർ ചെയ്യാവുന്ന ഒരിക്കലും പി ലെവലിൽ ഒരു പ്രശ്നമില്ല. പിന്നെ നോക്കുവാണെങ്കിൽ സി പാർട്ടിലേക്ക് വരുവാണെങ്കിൽ, in July 2014, Russell Bell, Waco's former finance director, ഇതിൽ ഫോർമർ ഫിനാൻസ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും സെൽഫ് റിവ്യൂ ത്രെട്ട് വരാൻ സാധ്യതയുണ്ട്. ജോൺ ബങ്കോ സെൽഫ് റിവ്യൂ ത്രെട്ട് ജോയിൻഡ് ബങ്കോ ആസ് an audit partner working in the same office as Lester Freeman. Although Lester Freeman ആരാന്ന് ഇവിടെ പറഞ്ഞാണ്. Although Russell was not a member of the audit team, audit teamന്റെ മെമ്പർ അല്ല, അപ്പോൾ സെൽഫ് റിവ്യൂ ത്രെട്ട് വരാൻ സാധ്യത കൂടുതലാണ്. He did update Lester on some business developmentsന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രശ്നം നമുക്ക് പറയാം, സെൽഫ് റിവ്യൂ ത്രെട്ട് പറയാം. കാരണം എന്താ വെച്ചാൽ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രശ്നം വന്നിട്ട് പോലും ഓഡിറ്റ് ടീം എന്താ ഇൻഫർമേഷൻസ് സ്വീകരിച്ചു. He did update Lester on some informations which had taken place at the company during the period which he left. അതെല്ലാം ക്വാളിറ്റി മാനേജ്മെന്റിനെ എഫക്ട് ചെയ്യുന്നു. Russell held a number of equity shares, self-interested shares ഉണ്ട്, which he sold to January 2015. അങ്ങനെയാണെങ്കിൽ പുള്ളി കൊടുത്ത ഇൻഫർമേഷൻസ് എല്ലാം എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അത് പുള്ളിയുടെ പേഴ്സണൽ ഗെയിൻസിന് വേണ്ടിയിട്ടായിരിക്കും. കാരണം പുള്ളി കറക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവ്. വിച്ച് he sold in January 2015 എന്ന് വെച്ചാൽ നമ്മുടെ റിപ്പോർട്ട് കൊടുത്തത് എപ്പോഴാണ്? 31 December 2014 വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടാണ് നമ്മൾ കൊടുത്തത്. ഇപ്പം January 2015 പുള്ളി സെല്ല് ചെയ്തതെന്ന് വെച്ചാൽ ഒരു നല്ല ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടുമെന്നുള്ള ബേസിസിലാണ് പുള്ളി അത് കൊടുത്തേക്കുന്നത്. സിൻസ് joining Bang & Co, Russell has been developing initiatives to increase the firm's income. One initiative is that the audit team members should be encouraged to cross-sell non-audit services. Non-audit services cross-sell ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് ഓഡിറ്റ് അല്ലാത്തന്ന് വെച്ചാൽ ഇപ്പം എന്താ ഇന്റേണൽ ഓഡിറ്റ് അല്ലെങ്കിൽ പിന്നെ അപ്രൈസല്, പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇതാണ് എന്താ വെച്ചാൽ പ്രിപ്പയർ ചെയ്യുന്ന, അതെല്ലാം സെൽഫ് റിവ്യൂ ത്രെട്ട് എഫക്ട് ചെയ്യുന്ന വരുന്ന. ആൻഡ് റെഫറൻസ് ടാർഗറ്റ്സ് ഫോർ ക്രോസ് സെല്ലിംഗ് ഓഫ് നോൺ സർവീസസ് ടു ദ ഓഡിറ്റ് ക്ലയന്റ് ഈസ് നൗ ഇൻക്ലൂഡ് ഇൻ ദ പാർട്ണർ ആൻഡ് എംപ്ലോയി അപ്രൈസൽ ഡോക്യുമെന്റേഷൻ. എന്ന് വെച്ചാൽ എംപ്ലോയീസിനെ പാർട്ട്നേഴ്സിനെ അപ്രൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ ബോണസ് അല്ലെങ്കിൽ സാലറി, അവരുടെ പ്രൊമോഷൻസ്, ഇതെല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിന്റെ ബേസിസിലാണ്. അപ്പൊ തന്നെ എന്താ ഇത് വരുന്നുണ്ട്, എന്താ സെൽഫ് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. പിന്നെ എന്താ ചെറിയ രീതിയിൽ സെൽഫ് റിവ്യൂ ത്രെട്ട് മറ്റേ ക്രോസ് സെല്ലിംഗിൽ വരുന്നുണ്ട്, പിന്നെ സെൽഫ് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. അപ്പോ നോക്കാം. പാർട്ട് സിയുടെ കേസ് നോക്കുവാണെങ്കിൽ അതാണ് ഇപ്പം. Part C featured a slightly tricky situation in that finance director was not the audit engagement partner, but merely another audit partner in the firm. This means that the issue is not quite cut and dried, but it is clear that this partner had an influence in the audit. Influence ഉണ്ട് കാരണം ഇൻഫർമേഷൻസ് ഷെയർ ചെയ്തിട്ടുണ്ട് കമ്പനിയുടെ, which he had just left, and that ethical threats arise from this. Ethical threats എന്തായാലും വരും, കാരണം പുള്ളി ഫിനാൻസ് ഡയറക്ടറായിട്ട് ആക്ട് ചെയ്തതെന്ന് വെച്ചാൽ ടോപ്പ് മാനേജ്മെന്റ് പൊസിഷനിൽ തന്നെ ഇരുന്ന. This was a good place to suggest the actions for the auditor, such as discussing the issue with the ethics partner and the audit committee. Part C. And most candidates realized that the former finance director could have influenced the partner and had a motivation to do so given the held shares and the self-interest share allowed. Stronger candidates were able to clearly identify the specific ethical threats that arose from the scenario, provided sensible recommendations, and also commented on the audit firm needing strong firm-wide policies in the event of recruiting. And firm-wide policies appadum auditorinte audit client and audit firminte point of view il vanna പ്രശ്നങ്ങളാണ് ക്വാളിറ്റി മാനേജ്മെന്റ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവർ കറക്റ്റ് ആയിട്ട് ഒരു എന്താ വെച്ചാൽ ഒരു പുതിയ റിക്രൂട്ട്മെന്റ് വരുമ്പോൾ അവർക്ക് വെരിഫൈ ചെയ്യണം, കാരണം അവരുടെ ഒരു ക്ലയന്റിൽ നിന്നാണോ ഇത് വന്നേക്കുന്നത്, ഇല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ പോലും സമ്മതിക്കേണ്ടതല്ല. പക്ഷെ ഇവർ അതിൽ ഫേം-വൈഡ് പോളിസീസിൽ വന്ന വീഴ്ചകളാണ് അതെല്ലാം. The scenario also stated that the audit team members were being encouraged to cross-sell non-client services to the audit client, and that they would be appraised on this. The answers were appraised in the basis appraised. Thus, answers were tended not to focus on the problems caused by appraising the staffs on their success in selling the services to the audit client, but instead discussed generally the ethical problems of providing the non-audit services to the audit client. While not irrelevant, these discussions tended to be very general and not apply to the information in the scenario, resulting in the answer lacked focus. എന്നുവെച്ചാൽ എന്താ
അപ്രൈസൽ ഇഷ്യൂസ് നമുക്ക് എത്തിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന ഒരു പ്രശ്നമല്ല. എന്ന് വെച്ചാൽ എത്തിക്കൽ വരുന്നുണ്ട്, ഒരു ത്രെട്ട് വരും, സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട് വരും. അല്ലാതെ എന്ന് വെച്ചാൽ അപ്രൈസലായിട്ട് ഡയറക്ടർ നമുക്കൊരു പ്രശ്നം വരത്തില്ല. ഇറ്റ് വാസ് ഓൾസോ ക്ലിയർ ദാറ്റ് മെനി കാൻഡിഡേറ്റ്സ് വെയർ നോട്ട് ഗൈഡഡ് ബൈ ദ മാർക്ക് അലോക്കേഷൻ ഫോർ വേരിയസ് പാർട്സ് ഓഫ് ദ ക്വസ്റ്റ്യൻസ്. നമ്മളെപ്പോഴും ആൻസർ ചെയ്യുമ്പോൾ മാർക്കിന്റെ അലോക്കേഷൻ നമ്മൾ ശ്രദ്ധിച്ചേക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോഴുള്ള കേസുകളുണ്ട്, നമ്മൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒത്തിരി നേരം ഇരുന്നിട്ട് എപ്പോഴും ചിലപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ക്വസ്റ്റ്യനെ കാണാം. എന്നുവെച്ചാൽ ആദ്യം തന്നേക്കുന്ന ഒരു മണി ലോണ്ടറിങ്ങിന്റെ ഒരു 5 മാർക്ക്, പിന്നെ അതിന്റെ ഒരു 2 മാർക്ക്, 2-3 മാർക്കിന്റെ ഒരു ജസ്റ്റ് തിയറി ക്വസ്റ്റ്യൻ തരും. അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ അത്യാവശ്യം നല്ല മാർക്ക് വരുന്ന ഏരിയാസ് നമ്മൾ മിസ്സായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം മറ്റേന്ന് പറയുമ്പോൾ ബുക്കിഷ് നോളജ് നമുക്കൊരു തട്ടിക്കൂട്ടിയാണെങ്കിൽ ലാസ്റ്റ് ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എപ്പോഴും ഇതിലേക്കായിരിക്കണം ഫോക്കസ് ചെയ്യുക. ഇത് വരുന്നത് പ്രയോറിറ്റൈസ് ചെയ്യാൻ പഠിക്കണം എപ്പോഴും. Finance director becoming the audit partner. Russell Bell moving from Viaco to Bunco to take them the position of the audit firm creates potential threats to objectivity. ഒബ്ജക്ടിവിറ്റിയോടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എത്തിക്കൽ ത്രെഡ്സ് എന്ന് പറയുമ്പോൾ ഒബ്ജക്ടിവിറ്റിയിൽ വരുന്ന പ്രശ്നങ്ങളാണ്. SBI കോഡ് ഓഫ് എത്തിക്സ് സ്റ്റേറ്റ്സ് ദാറ്റ് സെൽഫ് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, സെൽഫ് റിവ്യൂ വരുന്നുണ്ട്, ഫെമിലിയാരിറ്റി പറയാൻ പറ്റും, ഫെമിലിയാരിറ്റി വരുന്നത്. കാരണം എന്ന് വെച്ചാൽ പുള്ളി അവിടെ ഫിനാൻസ് ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ എംപ്ലോയീസുമായിട്ട് നല്ല റിലേഷൻ ഉണ്ട്, എംപ്ലോയീസുമായിട്ടൊക്കെ കോൺടാക്ട്സ് കാണും. അപ്പം ഇവിടെ വരുമ്പോഴും പുള്ളി ആ ഒരു കോണ്ടാക്ട് പുള്ളി യൂട്ടിലൈസ് ചെയ്യും. കാരണം ഈ ഓഡിറ്റിനെ എഫക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വേണമെങ്കിൽ അവർക്ക് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം, എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഇപ്പം പുള്ളിയുടെ ഒരു ക്ലോസ് ഫ്രണ്ട് അവിടെ നല്ലൊരു പൊസിഷനിൽ ഇരിപ്പുണ്ട്. അപ്പം എപ്പോഴും അവരുടെ ജോബ് സെക്യൂർ ആക്കാനൂടെ നമ്മൾ നോക്കും. അപ്പൊ നമ്മുടെ ഓഡിറ്റിന്റെ ഡീറ്റെയിൽസ് അവർക്ക് ലീക്ക് ചെയ്ത് കൊടുക്കുക, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അതാണ് ഫെമിലിയാരിറ്റി ത്രെട്ട് വരുന്നത്. A member of the audit team has recently served as a director, officer, or employee of the audit client. So the threats may be mitigated somewhat by him not being a formal member of the audit team of Viaco. ചെറുതായിട്ടൊന്ന് മിറ്റിഗേറ്റ് ആയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഡയറക്ട്ലി ഓഡിറ്റിൽ വന്നിട്ടില്ല, ടീമിൽ പാർട്ടായിട്ട് വന്നിട്ടില്ല. The fact that Russell helped the audit team by providing information about the audit and means that the threat described above apply in this situation. Information പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ത്രെഡ്സ് വരുന്നുണ്ട്. There is a perspective that the audit team is not independent. എന്ന് വെച്ചാൽ പുള്ളിയുടെ ഇൻഫർമേഷൻസിന്റെ ബേസിസിലായിരിക്കും ചിലപ്പോൾ ഓഡിറ്റ് മുന്നോട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ പുള്ളിക്ക് നല്ല ക്ലയന്റിനെ കുറിച്ച് നല്ല നോളജ് ഉള്ള ഒരാൾ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അത് ചെവിക്കൊള്ളുമല്ലോ. അപ്പം അതിനെ പുള്ളിക്ക് അത്യാവശ്യം നല്ലൊരു അതിനെ ഗൈഡ് ചെയ്യാനുള്ള ഒരു അധികാരം പുള്ളിക്ക് ആ ഒരു കേസിലുണ്ട്. The SBA code requires that if during the audit covered by the auditor's report, the member of the audit team served as the director or officer of the audit client or as the employee in a position to exert significant influence over the preparation of the client's accounting records or financial statement on which the firm will express an opinion. എന്ന് വെച്ചാൽ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിലെ ഒരു മേജർ പോർഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഏരിയ അഫക്റ്റ് ചെയ്യാനോ സാധ്യതയുള്ള ഒരാളാണ് നമ്മുടെ ഫേമിലേക്ക് വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു എത്തിക്കൽ ത്രെട്ട്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു എത്തിക്കൽ ത്രെട്ട് ഉണ്ടെന്നാണ് ഇവിടെ ഈ ഒരു പോർഷനിൽ പറയുന്നത്. That person may not be included in the audit team. അങ്ങനെ ഒരാളെ ഒരിക്കലും ഓഡിറ്റ് ടീം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. Clearly, Russell Crowe's former position as the finance director means that the requirement should have been applied to him. Next, the matter should be discussed with Bunco's partner responsible for ethics, and it should be discussed with Viaco's audit committee, who are responsible for oversight of auditor's opinion. എന്നുവെച്ചാൽ ഈ ക്ലയന്റിന്റെ ഓഡിറ്റ് കമ്മിറ്റിയുടെ ഇതെന്താ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഓഡിറ്റ് നല്ലതായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ ഓവർസീ ചെയ്യുന്നത് ഓഡിറ്റ് കമ്മിറ്റിയുടെ ഒരു ഫംഗ്ഷനോടാണ്. അപ്പം അവിടെ ക്ലയന്റിനും പ്രശ്നങ്ങളുണ്ട്, ക്ലയന്റിന്റെ ക്വാളിറ്റി മാനേജ്മെന്റിനും പ്രശ്നം വരുന്നുണ്ട്, കമ്പനിയുടെ എത്തിക്കൽ പ്രിൻസിപ്പിൾസിലും പ്രശ്നം വരുന്നുണ്ട്. ഷെയർ ഹോൾഡിംഗ്സ് ഇൻ ദ ക്ലയന്റ്, അത് എത്തിക്കൽ റിസ്ക്. ഷെയർ ഹോൾഡിംഗ് ഇൻ എ ക്ലയന്റ്, അത് ക്വാളിറ്റിയുടെ പ്രശ്നം വരുന്നില്ല. ദ സെക്കൻഡ് ഇഷ്യൂ ഇസ് ദാറ്റ് Russell retained a shareholding in Viaco for 6 months after his appointment as an audit partner in Bunco. 6 മാസത്തോളം പുള്ളി അത് കൈ വെച്ചോണ്ടിരുന്നു. എന്നുവെച്ചാൽ പുള്ളി 1 ജാനുവരിയിലാണ് അത് ഡിസ്പോസ് ഓഫ് ചെയ്യുന്നത്. അതിന് മുമ്പ് ഒരു 6 മാസം വരെ അത് ഹോൾഡ് ചെയ്തിട്ടാണ് വിറ്റത്. എന്നുവെച്ചാൽ ഈ ജോലി കയറി കഴിഞ്ഞിട്ട്. This gives rise to a self-interest to objectivity, as it would have been Russell's interest to act in a way to maximize his financial interest. എന്ന് വെച്ചാൽ പുള്ളി എപ്പോഴും പുള്ളിയുടെ ഷെയർസ് സെക്യൂർ ആക്കാനല്ലേ പുള്ളി നോക്കത്തുള്ളൂ. പിന്നെ Viaco until the point when he sold his shares.
There is a general prohibition on auditor holding a financial interest in the audit plan. The SBI court states that when the financial interest arises, it should be disposed of. പുള്ളി എന്താ ഓഡിറ്റ് ഫേമിൽ ജോയിൻ ചെയ്യുന്ന ആ സമയത്ത് തന്നെ ഷെയർസ് ഡിസ്പോസ് ഓഫ് ചെയ്യേണ്ടതായിരുന്നു. In the case of the audit team member, or as soon as possible in the case of individual who is not a member of the audit team. എന്ന് വെച്ചാൽ ഓഡിറ്റ് മെമ്പർ ആണെങ്കിൽ ഓഡിറ്റ് ടീം ആ ഒരു ഓഡിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഡിസ്പോസ് ചെയ്യണം, ആ ഓഡിറ്റ് ടീമിൽ കയറുന്നതിന് മുമ്പ് തന്നെ. ഇല്ലെങ്കിൽ ഓഡിറ്റ് മെമ്പർ അല്ലെങ്കിൽ ആസ് സൂൺ ആസ് പോസിബിൾ. ഇവിടെ 6 മാസം കൈ വെച്ചിട്ടാണ് പുള്ളി സെറ്റ് ചെയ്തിരിക്കുന്നത്. Given Russell's seniority and the fact that he seems to have closely advised the audit team on the matters arising on Vaco, he should have made the disposal immediately. പക്ഷെ അപ്പം ഉറപ്പായിട്ടും നമുക്ക് പറയാം പുള്ളി മനഃപൂർവ്വം കൈ വെച്ചോണ്ടിരുന്നതെന്ന് പറയാം. Concerns may arise over Vanco's procedures in relation to staff and partner disclosure of financial interest in audited entities. 6 months is a very long period to have been held, and the firm should have procedures in place to ensure that such matters are monitored and quickly resolved. ഇപ്പോൾ ഫേമിന്റെ അത് എന്താ ഫേമിന്റെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സിന്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഓഡിറ്റ് ഫേമിന് അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ സ്വന്തം എംപ്ലോയി ഇങ്ങനൊരു ഷെയർ ഹോൾഡ് ചെയ്യുന്നു, ക്ലയന്റിൽ ഹോൾഡ് ചെയ്യുന്നു എന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ക്വാളിറ്റി പ്രിൻസിപ്പൾസും വരുന്നുണ്ട്. ആക്ഷൻ റിവ്യൂ ഓഫ് ദ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, ഫേംസ് പ്രൊസീജിയേഴ്സ് ഷുഡ് ടേക്ക് പ്ലേസ് ആൻഡ് റിസൾട്ട് ഷുഡ് ബി ആസ്ക്ഡ് വൈ ഹി ഡിഡ് നോട്ട് ഡിസ്പോസ് ഓഫ് ദ ഷെയർസ് മോർ ക്വിക്ലി. പുള്ളി അത് എന്താ ഒരു എത്തിക്കൽ പ്രശ്നം വരുന്നുണ്ട്, കാരണം പുള്ളി അത് കമ്പനി അറിയിച്ചിട്ടുമില്ല. ക്രോസ് സെല്ലിംഗ്. ഫൈനലി ദ ഓഡിറ്റ് ഫേംസ് പോളിസി, ഇത് രണ്ടാമത്തെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് വെച്ചാൽ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, ആ പോയിന്റ് ഓഫ് വ്യൂ. ഫൈനലി ദ ഓഡിറ്റ് ഫേംസ് policy on cross-selling of non-audit services raises an ethical issue. The SBI court states that self-interest ആണ് വരുന്നത്. Self-interest വരും, self-review വരാൻ സാധ്യതയുണ്ട്. That is created when a member of the audit team is evaluated or compensated on non-insurance services to the audit client. സെൽഫ് ഇൻട്രസ്റ്റ് വരും. കാരണം എന്ന് വെച്ചാൽ അപ്രൈസൽ നേരത്തെ പറഞ്ഞ പോലെ പുള്ളി അതിന്റെ ബേസിസിലാണ് അവരുടെ പ്രൊമോഷനും അല്ല പേയ്മെന്റും ഒക്കെ തീരുമാനിക്കുന്നത്. അവര് എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും അത് എഫിഷ്യന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കും. കാരണം എന്ന് വെച്ചാൽ ഇപ്പം അവര് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ജോലിയാണ് ഏൽപ്പിച്ചേക്കുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്ത് പിന്നെ നമ്മളത് ഓഡിറ്റ് ചെയ്യുമ്പം ഒരു പ്രശ്നം നമ്മൾ തന്നെ അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മുടെ ക്വാളിറ്റി നമ്മളവിടെ ചോദ്യം ചെയ്യുന്നത്. അപ്പം നമ്മൾ ഉറപ്പായിട്ട് റിപ്പോർട്ട് ചെയ്തില്ല. അവിടെ സെൽഫ് ഇൻട്രസ്റ്റ് കേട്ട് വരുന്നുണ്ട്. ദിസ് കോസസ് ദ ഓഡിറ്റ് ടീം മെമ്പേഴ്സ് ക്ലിയർലി ഹാവ് എ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ദ സക്സസ് ഓഫ് ദ ക്രോസ് സെല്ലിംഗ്. അത് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ക്ലയന്റിനെ ഓഡിറ്റ് അല്ല പിന്നെ വേറൊരു നോൺ ഓഡിറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്ത് അത് സക്സസ് ആയ മാത്രമല്ല അവർ പിന്നെ വിളിക്കത്തുള്ളൂ. അപ്പം നമ്മൾ എപ്പോഴും അതിന് വേണ്ടിയിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സിന് റെഡി ആവും, കുറച്ച് പ്രോഡ്സ് ഒക്കെ തയ്യാറാവും. അപ്പം അതൊരു സെൽഫ് ഇൻട്രസ്റ്റഡ് ആയിട്ട് തന്നെ വരും. റിസൾട്ട് ഇൻ ദ സെല്ലിംഗ് ഓഫ് സർവീസസ് വിച്ച് ആർ inappropriate to the client or which gives rise to other independent threats which exist when non-audit services are provided to the audited entities or when fees from non-audit services are dependent on audit service. നമ്മുടെ ഓഡിറ്റ് സർവീസിൽ നിന്ന് കിട്ടുന്ന ഫീസിനേക്കാളും കൂടുതലാണ് നോൺ ഓഡിറ്റ് സർവീസ്. അപ്പം പൊതുവായിട്ട് നമ്മൾ കുറച്ച് ഫേവർ ചെയ്ത് കൊടുക്കും, കാരണം നമുക്ക് ആ ഇൻകം സിഗ്നിഫിക്കന്റ് ആയതുകൊണ്ട്. സിഗ്നിഫിക്കൻസ് ഓഫ് സെൽഫ് ഇൻട്രസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ പല വഴികളുണ്ട്. എന്ന് വെച്ചാൽ പ്രൊപ്പോർഷൻ എന്ന് വെച്ചാൽ ഒരു ആൾക്ക് കിട്ടുന്ന പേയുടെ എത്ര പ്രൊപ്പോർഷനാണ് ഈ ഒരു നോൺ ഓഡിറ്റ് സർവീസസിന്റെ ബേസിസിൽ കിട്ടുന്നത്. പിന്നെ റോൾ ഓഫ് ഇൻഡിവിജ്വൽ, ആ ഓഡിറ്റ് ടീമില് പുള്ളി എത്ര ഇമ്പോർട്ടന്റ് ആണ്, ഈ പുള്ളി തന്നെയാണ് അത് ഓഡിറ്റ് ചെയ്യുന്നതെങ്കിൽ. പിന്നെ പ്രൊമോഷൻ ഡിസിഷൻസ് എന്തെങ്കിലും അതിന്റെ ബേസിസിലാണ്. SBI court states that key audit partners shall not be evaluated or compensated based on that partner's success in cross-selling non-assurance service. ഒരിക്കലും ഒരു പാർട്ണറിന്റെ സാലറി അല്ലെങ്കിൽ അപ്രൈസൽ ഡിസിഷൻസ് ഒരിക്കലും നോൺ ഓഡിറ്റ് സർവീസസിന്റെ സെയിൽസിന്റെ ബേസിസിൽ കൊടുക്കാൻ പാടില്ല. Therefore, അതൊരു compensation evaluation policy ആയിട്ട് കൺസിഡർ ചെയ്യും. Therefore, if Bang & Co is to continue with this policy, care must be taken that partner's performance is not evaluated based on their success in cross-selling non-audit services. The success is the audit clients to their audit clients. It is prohibited for other audit team members to cross-sell, but safeguards must be audit teamന്റെ ഹെഡ് ഓഡിറ്റ് പാർട്ണറിനെ ഉള്ള ഒരു പ്രശ്നം. ഓഡിറ്റ് ടീമിന്റെ മെമ്പേഴ്സിന് സെല്ല് ചെയ്യാം, പക്ഷെ സഫീഷ്യന്റ് സേഫ് ഗാർഡ്സ് വെച്ചിരിക്കണം. Must be placed in to reduce the potential threats to acceptable levels such as review of audit work performed. It may be prudent, however, for the audit firm to consider other ways to increase the revenue. അപ്പൊ എന്നാലും എത്ര സേഫ് ഗാർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും 100% ഒരിക്കലും നമുക്ക് അഷുറൻസ് കൊടുക്കാൻ പറ്റത്തില്ല. ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ഒരു മെത്തേഡ് കണ്ടുപിടിക്കുക, നോൺ ഓഡിറ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് വേ. പിന്നുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രാഡ്ലിയുടെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. പിന്നെ
ഞാനൊരു ജസ്റ്റ് ഒരു വേർഡ് ഡോക്യുമെന്റ് കാണിച്ചു തരാം. നമ്മൾ ഇവിടെ ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചു പോകുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ആ പേപ്പറിൽ നമുക്കൊരു സ്ക്രിബിൾ പാഡ് വരുമല്ലോ, ആ സ്ക്രിബിൾ പാഡിലോട്ട് എന്താ ഇതായിട്ട് ഡിവൈഡ് ചെയ്യണം, 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പം നമുക്ക് ഇവിടെ ആണെങ്കിൽ ക്വാളിറ്റി മാനേജ്മെന്റും പിന്നെ എത്തിക്കൽ ഇഷ്യൂസും അല്ലേ ചോദിച്ചേക്കുന്നത്. ഇവിടെ ക്വാളിറ്റി മാനേജ്മെന്റ് എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ് അത് ഒറ്റ ഇതായിട്ടാണ്. അപ്പം അതുപോലെ 2 ഡിവൈഡ് ചെയ്തുണ്ടാക്കണം. എന്നിട്ട് നമ്മൾ വായിച്ചു പോകുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഓരോന്നങ്ങ് റൈറ്റ് ഡൗൺ ചെയ്താൽ മതി. ഇങ്ങനെ ക്വാളിറ്റി മാനേജ്മെന്റ് ഇവിടെ, എത്തിക്കൽ ഇവിടെ, അങ്ങനെ ഓരോന്ന് 1, 2, 3 അങ്ങനെ നമ്പർ ഇട്ട് എഴുതി പോവുകയാണെങ്കിൽ, വായിച്ചു പോകുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ക്ലാസ്സിഫൈ ചെയ്തങ്ങ് പോവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് തിരിച്ചു വന്ന് ആദ്യം മുതൽ വായിച്ച് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ജസ്റ്റ് ആ എക്സ്ട്രാ കുറച്ച് പോയിന്റ്സ് മാത്രം നിങ്ങൾക്ക് തിരിച്ചു പോയി വായിച്ചാൽ മതി. ഐഡന്റിഫൈ ചെയ്യാനും എളുപ്പമായിരിക്കും. ഇപ്പൊ ഈ കേസിലാണെങ്കിൽ നമ്മൾ വായിച്ചു പോകുമ്പോൾ ഈ ഒരു കേസിൽ വയർകോസ് ഓഡിറ്റ് കമ്മിറ്റി റെഫ്യൂസ് ടു എഗ്രി ടു ആൻ ഇൻക്രീസ് ഇൻ ഓഡിറ്റ് ഫീ. അപ്പൊ അത് ഇന്റിമിഡേഷൻ ത്രെട്ട് ഉണ്ട്. ഇന്റിമിഡേഷൻ ത്രെട്ട് വരുമ്പോൾ ഇന്റിമിഡേഷൻ ത്രെട്ട് ഇവിടെ ഫസ്റ്റ് 1 ആയിട്ട് എഴുതാം. ഇന്റിമിഡേഷൻ ത്രെട്ട് ഇവിടെ ക്വാളിറ്റി മാനേജ്മെന്റ് അതും ക്വാളിറ്റി മാനേജ്മെന്റ് ഭാഗത്തും എഴുതാം. എന്ന് വെച്ചാൽ ഇവിടെ ഇന്റിമിഡേഷൻ ത്രെട്ട്, ഈ ഭാഗത്ത് ഇന്റിമിഡേഷൻ ത്രെട്ട് എന്ന് എഴുതിയിട്ട് ഇന്റിമിഡേഷൻ ത്രെട്ടിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്നിട്ട് ഈ ഭാഗത്ത് ക്വാളിറ്റി മാനേജ്മെന്റിൽ വരുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഓഡിറ്റ് ഫീസ് കുറയുമ്പോൾ നമ്മൾ അതിന് കാരണമായിട്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, അതുപോലെ മെറ്റീരിയാലിറ്റി ലെവൽ കുറച്ചു, അത് ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് റിസ്ക്. അപ്പോൾ ഒരെണ്ണം ക്വാളിറ്റി മാനേജ്മെന്റ് വന്നു. പിന്നെ റിവ്യൂ പ്രൊസീജിയേഴ്സ് വേർ നോട്ട് ക്യാരിഡ് ഔട്ട്, അതും ക്വാളിറ്റി മാനേജ്മെന്റ് പ്രശ്നമാണ്. അങ്ങനെ ഓരോന്നായിട്ട് ക്വാളിറ്റി മാനേജ്മെന്റിലേക്ക് മാറ്റുക. എത്തിക്കൽ ഇഷ്യൂസിലേക്ക് മാറ്റുക. ഓഫ് ഷോറിംഗ് അറേഞ്ച്മെന്റ് അത് ക്വാളിറ്റി മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ആണ്, അത് അങ്ങോട്ട് മാറ്റുക. അങ്ങനെ ഓരോ ക്ലാസിഫിക്കേഷൻ ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക. അത്രേ ഉള്ളൂ അതിന്റെ കാര്യം. പിന്നെ വരുന്ന കേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ബ്രാഡ്ലി കോയുടെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അത് നോക്കുകയാണെങ്കിൽ the audit of Bradley Co's financial statement for the year ended 31st August 2014 is nearly complete. അത് കംപ്ലീഷൻ സ്റ്റേജ് ആവുന്നതേ ഉള്ളൂ. 31st August 2014 ആണ് ഇയർ എൻഡ്. and the auditor's report is due to be issued next week. അടുത്ത ഈ ആഴ്ച നമ്മൾ റിവ്യൂ ചെയ്യുന്നു. അടുത്ത ആഴ്ചയാണ് ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നത്. Bradley Co operates steel processing plant at 20 locations and sell its output to manufacturers and engineering companies. You are performing an engagement quality review on the audit of Bradley Co as it is a significantly new client. വരുമ്പോൾ ഡിറ്റക്ഷൻ റിസ്ക് ഭയങ്കര കൂടുതലാണ്. ഏത് റിസ്ക് ഹൈ റിസ്ക് ആണോ ലോ റിസ്ക് ആണോ ഒരു ക്ലയന്റ് എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വളരെ പാടാണ്. കാരണം നമുക്ക് ഓൾറെഡി അവരെ കുറിച്ച് യാതൊരു ഇൻഫർമേഷൻസ് അവൈലബിൾ അല്ല. അവരുടെ ഇന്റഗ്രിറ്റി എത്രയും കാണുമെന്ന് അറിയത്തില്ല. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ക്വാളിറ്റി അഫക്ട് ചെയ്യുന്ന ഒരു കാര്യം. ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റെക്കഗ്നൈസസ് എ റവന്യൂ ഓഫ് 2.5 million ആൻഡ് ടോട്ടൽ അസറ്റ്സ് ഓഫ് 35 million. അത് മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ തരുവാണെങ്കിൽ എങ്ങനെയാലും മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു കേസ് എങ്ങനെയായാലും വന്നിരിക്കും. The following exhibits provide information relevant to the question. The audit assistants comment on the audit of Bradley Co. The audit working paper schedule of uncorrected misstatements. ഇത് നമുക്കിപ്പം വരത്തില്ല. This information should be used to answer the question requirements. One of the audit assistants who has been working on the audit of Bradley Co made the following comments when discussing the completion of the audit with you. നമ്മുടെ ഓഡിറ്റിന്റെ ഒരു അസിസ്റ്റന്റുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പം പുള്ളി കുറച്ച് കൺസേൺസ് റേസ് ചെയ്തു. അപ്പോൾ ആ കൺസേൺസിനെ കുറിച്ച് ഈ ഒരു പാരഗ്രാഫ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. I was assigned to the audit of the provision. One of the provisions amounting to $10,000 relates to a legal claim made against the company after an employee was injured in an accident at one of the steel processing plant. I read all the correspondence related to this and tried to speak to Bradley Co's legal advisor, but was told by the finance director that I must not approach them and should only speak to him about the matter. എന്ന് പറയുമ്പോൾ ഒരു വർക്കറിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് അവരുടെ പ്ലാന്റിൽ വെച്ചിട്ട്. പുള്ളി കേസിന് പോയി. അതുപോലെ ഒരു ലീഗൽ ക്ലെയിം നിലനിൽക്കുന്നുണ്ട്. ഏകദേശം $10,000 വരെയാണ് അതിന്റെ പേയ്മെന്റ് വരാൻ സാധ്യതയുള്ളത്. പക്ഷേ എന്ന് വെച്ചാൽ നമുക്കിപ്പം പ്രോബബിൾ ആണോ ഈ ഒരു ക്ലെയിം പ്രോബബിൾ ആണോ പോസിബിൾ ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് വൺ ഓഫ് ദ മെയിൻ എവിഡൻസ് എന്ന് പറയുന്നത് ലീഗൽ അഡ്വൈസറുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ കോർട്ട് കേസ് വിജയിക്കുമോ തോക്കുമോ എന്നുള്ളത് നമ്മൾ ലീഗൽ അഡ്വൈസറോട് സംസാരിച്ചാൽ മാത്രം അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. but was told by the finance director that I must not approach them and should only speak to him. എന്ന് പറയുമ്പോൾ
ഇന്റിമിഡേഷൻ ത്രെട്ട് ഒരു ഇന്റിമിഡേഷൻ ത്രെട്ട് എന്ന് വരും. കാരണം എന്ന് വെച്ചാൽ സഫിഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അവിടെ വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇന്റിമിഡേഷൻ ത്രെട്ട് ഡയറക്ട്ലി ഇന്റിമിഡേഷൻ അല്ല. ഇപ്പം പുള്ളി കുറച്ച് എന്താ നമുക്ക് സഫിഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഇവിടെ വരുന്നുണ്ട്. പിന്നെ he said that he is confident that only $10,000 need to be recognized and that the legal advisor had confirmed this amount to him in discussion of the matter. എന്ന് പറയുമ്പോൾ ലീഗൽ അഡ്വൈസർ നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല, നമ്മൾക്ക് അത് പുള്ളിയോട് കോൺടാക്ട് ചെയ്യാനും നമുക്ക് എന്താ അവർ അനുവദിച്ചിട്ടില്ല. നമുക്കപ്പം സഫിഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊരു പ്രധാന ഘടകം. അപ്പം അതുപോലും അവിടെ ബേസിക് റിക്വയർമെന്റ് പോലും മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. Amount to him in a discussion in the matter. I noted in the audit working paper that I could not perform all the planned audit procedures because I could not speak to the legal advisor. അപ്പം എന്താ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ എന്താ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഫുള്ളായിട്ട് മെറ്റ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ഓഡിറ്റ് ടാർഗറ്റ്സ് ഫുള്ളായിട്ട് മെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് അർത്ഥം. അപ്പോൾ അതും ക്വാളിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ confirm this amount to him. I could not perform all the audit. I could not speak to the legal advisor. The audit manager told me to conclude that the provisions are correctly recognized in the financial statement based on the evidence obtained and to move on to my next piece of work. He said that it doesn't matter that I hadn't spoken to the legal advisor because the matter is immaterial to the financial statement. ഇവിടെ ഇമ്മെറ്റീരിയൽ ആണ്. കാരണം എന്ന് വെച്ചാൽ $10,000 എന്ന് പറയുമ്പം 2.5 മില്യണിന്റെ മെറ്റീരിയാലിറ്റി ലെവലിനേക്കാളും വളരെ താഴെ, എന്ന് വെച്ചാൽ ഒരു 1%-നേക്കാളും വളരെ താഴെ വരുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു വലിയ മെറ്റീരിയാലിറ്റി പ്രശ്നങ്ങളൊന്നും അവിടെ വരുന്നില്ല. എന്നാൽ പോലും എന്താ അവിടെ ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് പ്രശ്നം തന്നെ വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ എത്രയും മെറ്റീരിയൽ ആണെങ്കിൽ പോലും എന്താ സഫിഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസിന്റെ കളക്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഇവിടെ വരുന്നുണ്ട്. അതുപോലെ സൂപ്പർവൈസറി ഒരു പ്രശ്നവും വരുന്നുണ്ട്. കാരണം ഓഡിറ്റ് മാനേജർ എന്താ ഒരു കറക്റ്റ് ഒരു പ്രൊസീജിയർ അല്ല അവിടെ ഫോളോ ചെയ്തേക്കുന്നത്. കാരണം എന്താ എളുപ്പത്തിന് വേണ്ടിയിട്ട് പുള്ളി എന്താ ആ ഒരു പ്രൊസീജിയർ അവോയ്ഡ് ചെയ്യാനാണ് പുള്ളി ഇവിടെ പറഞ്ഞേക്കുന്നത്. അതുപോലെ we received the final version of the financial statement and the chairman's statement to be published with the financial statement yesterday. I have quickly looked at the financial statement, but the audit manager said that we did not perform the final detailed analytical review on the financial statement as the audit was relatively low risk. The manager said that he had discussed the chairman's statement with the finance director, so no further work on it was needed. The audit has been quite time pressured, and I know that the client wants the auditor's report to be issued as soon as possible. ഈ ടൈം പ്രഷർ എന്ന് വരുമ്പോൾ അവിടെ ഒരു ഇന്റിമിഡേഷൻ ത്രെട്ട് വരുന്നുണ്ട്. കാരണം നമുക്ക് ഫുൾ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊരു ഇന്റിമിഡേഷൻ ത്രെട്ട് വരുന്നുണ്ട്. പിന്നെ മെന്റൽ ഇന്റിമിഡേഷന്റെ കാറ്റഗറിയിൽ അത് വരും. പിന്നെ ഏതാണ്ട് ഈ കേസ് വരുവാണെങ്കിൽ ഇപ്പം ഓഡിറ്റിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതർ ഇൻഫർമേഷന്റെ ബേസിസിൽ ഓഡിറ്റിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ അതർ ഇൻഫർമേഷൻസ് വായിച്ചിട്ട് അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുമായിട്ട് കൺസിസ്റ്റന്റ് ആണോ എന്ന് എന്താ വെരിഫൈ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഓഡിറ്റർക്കുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ആ ഒരു എന്താ ഇവിടെ പറയുന്നുണ്ട് മാനേജർ വായിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, എന്നാൽ പോലും അതൊരു എന്താ ഒരു ഉറപ്പില്ല. എന്ന് വെച്ചാൽ മാനേജർ ഓൾസോ സെഡ് ദാറ്റ് ഹി ഹാഡ് ഡിസ്കസ് ദ ചെയർമാൻ സ്റ്റേറ്റ്മെന്റ് വിത്ത് ഫിനാൻസ് ഡയറക്ടറുമായിട്ടാണ് ഡിസ്കസ് ചെയ്തേക്കുന്നത്. അല്ലാതെ എന്താ ഈ ഓഡിറ്റ് ചെയ്യുന്ന ആളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. explain the quality management and other professional issues. അപ്പോൾ quality management other professional issues എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഇന്റിമിഡേഷൻ ത്രെട്ട് അങ്ങനെ എടുത്തു പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ ആൻസറുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എ പാർട്ട് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ എ പാർട്ട് നോക്കുകയാണെങ്കിൽ A should have been full of potential marks for you to pluck from the mark tree like low hanging fruit. You need to work. Part A should have been full of potential marks for you to pluck from the mark tree like low hanging fruit. You need to work through the scenario and point out the issues. അപ്പം എന്ന് വെച്ചാൽ ഒരുമാതിരിപ്പെട്ട എന്ന് വെച്ചാൽ കഥ പറഞ്ഞ് പോകുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ളതെല്ലാം അവർ തന്നെ തന്നിട്ടുണ്ട്. Requirement A provided some information in the form of comments made by the audit senior who indicated that there may be some problems with the performance of the audit. The concern raised included the lack of detailed review of the final version of the financial statement and the chairman's statement had been discussed with the finance director, but no further work has been conducted. എന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ടോ അല്ല ഇൻകൺസിസ്റ്റൻസീസ് എന്താ കറക്റ്റ് ചെയ്തിട്ടുണ്ടോ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റിഫിക്കേഷൻ ഫോർ നോട്ട് ക്യാരിങ് out these tasks was the conclusion by the audit manager that the audit was relatively low risk. ആണെന്ന് പറഞ്ഞുകൊണ്ടേ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് തന്നെ നമ്മൾ എന്താ ഹൈ റിസ്ക് ആണോ ലോ റിസ്ക് ആണോ അതിന്റെ ബേസിസിലായിരിക്കും എന്താ ടോപ്പ് മാനേജ്മെന്റ് നമ്മൾ എപ്പോഴും റിസ്ക് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾ കട്ട് ഷോട്ട് ചെയ്യും ആണെങ്കിൽ കറക്റ്റ് അത് എഫിഷ്യൻ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യത്തില്ല.
The requirement was for 10 marks and asked the candidate to explain the quality management and other professional issues raised by the audit seniors comment. The candidates did not perform well on this requirement. Correct candidates answer ചെയ്തിട്ടില്ല, which was somewhat surprising as in the past question on the party management issues have been well attempted. Only a minority of the candidates were able to identify that the audit of a significantly new client could not be classified as low risk. കണ്ടോ, ഒരിക്കലും ഒരു ന്യൂ ക്ലയന്റിനെ ലോ റിസ്ക് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഫസ്റ്റ് ആദ്യ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞില്ലേ, എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ തുടക്കത്തിൽ പറഞ്ഞില്ല. കാരണം ഫസ്റ്റ് ആദ്യമായിട്ടൊരു ക്ലയന്റ് വരുമ്പോൾ എന്ന് പറയുമ്പോൾ അവരുടെ ഇന്റഗ്രിറ്റിയും അവരുടെ റിസ്ക് ഫാക്ടറും ഒന്നും നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഹൈ റിസ്ക് എന്നുള്ള ഒരു അസംഷനിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. ആൻഡ് ദാറ്റ് എ ഫൈനൽ റിവ്യൂ വുഡ് ബി നീഡഡ് ടു ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അറ്റ് ദ കംപ്ലീഷൻ സ്റ്റേജ് ഓഫ് ദ ഓഡിറ്റ്. Very few candidates have mentioned that the final analytical review is required in analytical procedures and fewer could explain why the final review is so important. നമ്മൾ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചാലും അവസാനം ഒരു ഫൈനൽ റിവ്യൂ ആണ്. അതാണ് ഇപ്പോൾ ചെയർമാൻ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. കാരണം prior to issuance of auditor's report. കാരണം auditor's report അതർ മാറ്ററുമായിട്ട് എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് പോയാൽ ആ ഓഡിറ്റ് ഈ ഓഡിറ്റ് റിപ്പോർട്ട് കൊണ്ട് മാത്രമല്ല, നമ്മളിപ്പം ഓഡിറ്റിന് അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് വെച്ചാൽ മറ്റു ഡോക്യുമെന്റ്സും അതുമായിട്ട് തന്നെ ഒത്തുപോകുന്നതായിരിക്കണം. Few candidates identified that there is a lack of documentation of the work performed, but most at least understood the auditor's responsibility in relation to chairman's statement. Generally, the answer to this requirement were not made relevant to the information given in the scenario and instead mentioned general features of quality management such as need for supervision and review. Need for supervision and review ഒക്കെ പ്രശ്നമുണ്ട്. എന്നാൽ പോലും അതൊക്കെ ഒരു ജനറൽ പോയിന്റ്സ് ആണ്. ജനറൽ പോയിന്റ്സ് എഴുതിയ ഒരിക്കലും ഇവിടെ നമ്മുടെ മാർക്ക് എടുത്തില്ല. അവർ ഉദ്ദേശിക്കുന്ന ഒരു സ്പെസിഫിക് ഇതുണ്ട്, ഹെഡിങ്സും മാർക്കിങ്ങും ഉണ്ട്. അപ്പോൾ അതെഴുതിയാലേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. This will earn minimal credit as marks were severely limited when answer points were not related to the scenario. ഇപ്പോൾ നമ്മൾ സിനേറിയോയുടെ ബേസിസിൽ തന്നെ എഴുതാൻ ശ്രമിക്കണം. Many answers discussed at length. The auditors report implications on uncorrected inconsistencies in the chairman's statement, but discussing this is a lot of details is not answering the requirement. ആൻസേഴ്സിലേക്ക് പോകണമെങ്കിൽ ക്വാളിറ്റി മാനേജ്മെന്റ് ആൻഡ് എത്തിക്കൽ ഇതിൽ ഒരുമിച്ച് ഒരു പാരഗ്രാഫായിട്ട് കൊടുത്തേക്കുന്നത്, അല്ലാതെ ഡിഫറെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് എഴുതിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് എഴുതാം, രണ്ടും പ്രശ്നമില്ല. മറ്റേതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്ന് വെച്ചാൽ ക്വാളിറ്റി വേറെ എത്തിക്കൽ ഇഷ്യൂസ് വേറെ ആയിട്ട് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. First comment made by the audit assistant shows that the audit of the provisions in relation to the legal claim has not been properly carried out, and it would be seen that there is not sufficient and appropriate audit evidence collect ചെയ്തിട്ടില്ല. കാരണം ലീഗൽ അഡ്വൈസറുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സഫിഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ഇല്ലെന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഓഡിറ്റ് ക്വാളിറ്റി അത് എന്തായാലും തീർച്ചയായിട്ടും ബാധിക്കാൻ സാധ്യതയാണ്. To conclude that the provisions are not fairly stated. First, the finance director telling the audit assistant not to approach the company's legal advisor would appear to be placing a limitation on the evidence that can be obtained, and the finance director could have been used his seniority to intimidate the audit assistant. നമ്മളെ റെസ്ട്രിക്ട് ചെയ്യുകയാണെങ്കിൽ അത് സഫിഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ എന്താ, അവിടെ നമ്മുടെ ഒബ്ജക്ടിവിറ്റിയാണ് അവിടെ അഫക്റ്റഡ് ആവുന്നത്. അപ്പോൾ ഒബ്ജക്ടിവിറ്റി അഫക്റ്റ് ആവുന്ന എല്ലാ കേസസിലും ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെ ഒരു ഇന്റിമിഡേഷൻ ത്രെട്ട് വരും. The situation indicates that the finance director may be trying to hide something and professional skepticism should be exercised. Possibly, the finance director shows that the amount which should be provided is much larger than $10,000 and he is reluctant to recognize a larger liability. അപ്പം നമുക്ക് ലീഗൽ അഡ്വൈസറായിട്ട് കോൺടാക്ട് ചെയ്താൽ ഒരു പക്ഷേ നമുക്ക് മനസ്സിലാവുമായിരിക്കും ഈ $10,000-നേക്കാളും കൂടിയൊരു എമൗണ്ട് ആയിരിക്കും ചിലപ്പോൾ അവർ ക്ലെയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതായിരിക്കും പോസിബിൾ ആയിട്ട് വന്നൊരു എമൗണ്ട്. അപ്പം ആ ഒരു എമൗണ്ടിലേക്ക് ഈ പ്രൊവിഷൻ റേസ് ചെയ്യേണ്ടി വരും. അപ്പം അത് തടയാൻ വേണ്ടിയിട്ടായിരിക്കണം പുള്ളി ഇത് ഇങ്ങനൊരു ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യാൻ അനുവദിക്കാത്തത്. Recognize a larger liability in the financial statement or that the legal advisors are aware of other provisions which could be included. അതുപോലെ തന്നെ ഇപ്പം വേറെ ഏതെങ്കിലും പ്രൊവിഷൻസ്, ഇപ്പം ഈ ഒരു പ്രൊവിഷന്റെ കാര്യം പറഞ്ഞ് നമ്മൾ ചെല്ലുമ്പോഴായിരിക്കും ലീഗൽ അഡ്വൈസർ മറ്റൊരു പ്രൊവിഷന്റെ കാര്യം നമ്മളോട് പറയുന്നത്. എന്ന് വെച്ചാൽ പുള്ളി മനഃപൂർവ്വം ഒഴിവാക്കിയതോ അല്ലെങ്കിൽ പുള്ളി വിട്ടുപോയതോ ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ പറയുന്നത്. അപ്പോൾ അതുകൂടെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി ഇങ്ങനെ പറയാൻ സാധിക്കുന്നുണ്ട്. Which could be included in the financial statements which are currently not being recognized. As the key risk for provision is understatement, the audit team should not be readily accept the finance director's assessment that the amount included is complete. That the audit team should challenge his statement regarding the adequacy of the provision and ask for written evidence, for example confirmation from the legal advisor. ഒരു ലീഗൽ അഡ്വൈസർ നേരിട്ട് കോൺടാക്ട് ചെയ്യേണ്ട, പക്ഷെ പുള്ളിയുടെ ഒരു കൺഫർമേഷൻ ലെറ്ററിലും വാങ്ങിച്ച് തരണം. It is also concerning that the audit manager told the audit assistant to conclude on the audit work when
planned audit procedures had not been performed. As to quality management പ്രശ്നമാണ്. This does not appear provide good direction to the audit team and increases the audit risk. അത് കാരണം audit risk കൂടും. കാരണം നമ്മൾ ആ audit procedures ചെയ്യാത്ത ആ ഒരു ഏരിയ ആയിരിക്കും ചിലപ്പോൾ ഏറ്റവും ഹൈ റിസ്ക് വരുന്നത്. അപ്പോൾ അത് ഇൻഅപ്രോപ്രിയേറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള ഒരു പ്രശ്നം വരും. അപ്പോൾ അത് ഓഡിറ്റ് റിപ്പോർട്ടിനെ ഓഡിറ്റ് റിസ്ക് ആയിട്ട് അഫക്ട് ചെയ്യും. ക്വാളിറ്റി മാനേജ്മെന്റ് എല്ലാ പ്രശ്നവും ഓഡിറ്റ് റിസ്ക് ആയിട്ട് ഞാൻ അഫക്ട് ചെയ്യുമെന്ന് പറഞ്ഞില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഓഡിറ്റ് റിസ്ക് ക്വാളിറ്റി മാനേജ്മെന്റ് വരുന്ന പ്രശ്നങ്ങളാണ് പിന്നെ ഓഡിറ്റ് റിപ്പോർട്ട് വരുമ്പോൾ ഓഡിറ്റ് റിസ്ക് ആയിട്ട് കൺവേർട്ട് ആവുന്നത്. There could be a material misstatement if the provision is significantly understated and there is not sufficient evidence on the audit file to currently support the conclusion drawn. Regarding the second comment made by the audit assistant, second comment എന്ന് പറയുമ്പോൾ second comment audit working papers could not perform the audit procedures. The audit manager told me to conclude the provisions the low risk ആയതുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് നിർത്തിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. Regarding the second comment made by the audit assistant, it is requirement of ISA 250 analytical procedures that analytical procedures are performed at the overall review stage of the audit. ഇവിടെ പറഞ്ഞു കണ്ടില്ലേ എന്താ audit manager told me to conclude that the provisions were recently and he said it doesn't matter. എന്താ നമ്മളെപ്പോഴും ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ചെയ്ത ഫംഗ്ഷൻസ് എല്ലാം എഫക്റ്റീവ് ആയിട്ടാണോ, അല്ലെങ്കിൽ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യലും ഇൻഫർമേഷൻസ് തമ്മിൽ സിങ്ക് ആവുന്നുണ്ടോ എന്ന് നോക്കുന്നതിനെയാണ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. ഇപ്പൊ ഈ കേസസിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും ചെയർമാൻസ് സ്റ്റേറ്റ്മെന്റും ഉണ്ടല്ലോ, അത് രണ്ടും കൂടെ സിങ്ക് ആവുന്നുണ്ടോ, ചെയർമാൻ്റെ സ്റ്റേറ്റ്മെന്റ് ആ ടൈമിലാണ് എന്താ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും മെറ്റീരിയൽ ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. An objective of ISA 250 is that auditor should design and perform analytical procedures near the end of the audit, which assist the auditor when forming their opinion as to whether the financial statements are consistent with the auditor's understanding of the entity. നമുക്ക് ഓഡിറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് ആ ഫേമിനെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണല്ലോ. അപ്പോൾ ആ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ബേസിസിൽ തന്നെയാണ് ഓഡിറ്റ് റിപ്പോർട്ട് വരുന്നതെന്ന് നമ്മൾ വെരിഫൈ ചെയ്യണം. It is unlikely that the audit senior's quick look at Bradley Co's financial statement is adequate to meet the requirements of 520 and audit documentation would seem to be inadequate. എന്ന് വെച്ചാൽ നമ്മൾ ആ ഇയർ ത്രൂ എന്താ നമ്മുടെ ഒരു 2-3 മാസം ഒരു ഓഡിറ്റ് ഫുള്ള് തീർക്കുവാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് വരുമ്പം ഒരു സമ്മപ്പ് പോലെ നമ്മൾ എന്തായാലും അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്താലേ പറ്റൂ. അപ്പൊ ആ ഒരു ഫംഗ്ഷൻ ചെയ്യുമ്പോഴാണ് എന്താ ഓഡിറ്റ് ഫുൾ ക്വാളിറ്റിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ക്വിക്ക് ലുക്ക് ഓഡിറ്റ് സീനിയർ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ഉടനെ അത് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിന് പകരമാവത്തില്ല. ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ would seem to be inadequate. Therefore, if the audit manager or another auditor does not perform the detailed analytical review on Bradley Co's financial statement as part of the completion of the audit, there is a breach of ISA 520. ISA 520 breach ആണത്. Failing to perform the final analytical review would mean that further errors are not found and the auditors will not be able to check that the presentation of financial statement conforms with the requirements of applicable financial reporting framework. എന്ന് വെച്ചാൽ ലാസ്റ്റ് അതൊന്ന് എന്തൊക്കെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അതൊന്ന് സമ്മപ്പ് ചെയ്ത് മിസ്സായി പോയിട്ടുള്ള എന്തെങ്കിലും ഒരു എറേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ചാൻസ് നമ്മൾ ഒരിക്കലും മിസ്സാക്കരുത്. അതുപോലെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെ മിസ്സായി പോയിരിക്കുന്ന ഓരോ എററും ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്കിന്റെ ആ ഒരു ആപ്ലിക്കേഷനെ നമ്മൾ പരിഗണിച്ചിട്ടില്ല എന്നുള്ള ഒരു image ആണ് വരുന്നത്. It is also doubtful whether a full check on presentation and disclosures in the financial statement has been made. The firm should evidence this through the disclosure risk. എന്ന് വെച്ചാൽ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിനാണ് നമ്മൾ എന്ന് വെച്ചാൽ ഫിനാൻഷ്യലി ബേസിസ് വരുന്ന എല്ലാം നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവസാനം ലാസ്റ്റ് വരുന്നത് എന്തെങ്കിലും ഡിസ്ക്ലോഷേഴ്സിന്റെ കേസ്, ഡിസ്ക്ലോഷറും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഡിസ്ക്ലോഷേഴ്സ് എല്ലാം നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലായിരിക്കും നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ഡിസ്ക്ലോഷേഴ്സ്. കാരണം അതൊരു നോൺ ഫിനാൻഷ്യലി വരുന്ന ഒരു മാറ്ററാണ്, എക്സ്ട്രാ വരുന്ന ഒരു മാറ്ററാണ്. The lack of final analytical review could increase the audit risk because Bradley Co is a new audit client. It is probably important that analytical review is performed as a detection risk. Detection risk വളരെ high ആയിരിക്കും. It is higher than for long-standing audit clients where the auditor has developed cumulative knowledge of the audit client. The fact that the audit manager suggested that a detailed review was not required shows a lack of knowledge and understanding of ISA requirements. എന്ന് വെച്ചാൽ ലോ റിസ്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ലോ റിസ്ക് ആണെന്ന് പറയുന്നത് തെറ്റാണ്. അതിനുകൊണ്ട് മാത്രം നേരത്തെ ഫിക്സ് ചെയ്ത ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ലിമിറ്റ് ചെയ്യണമെന്ന് പറയുന്നത് ഓഡിറ്റ് സീനിയറിന്റെ ഒരു ഇന്നബിലിറ്റിയാണ്, പ്രൊഫഷണൽ കോമ്പറ്റൻസിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ആൻഡ് ഓഡിറ്റ് ക്ലയന്റ് ബീങ് അസസ്ഡ് ആസ് ലോ റിസ്ക് ഡസ് നോട്ട് negate the need for analytical review. ലോ റിസ്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം
അനലിറ്റിക്കൽ റിവ്യൂവിൽ നിന്ന് ഒഴിവാക്കപ്പെടാൻ പാടില്ല. വിച്ച് ദ ഓഡിറ്റ് മാനേജർ ഷുഡ് നോ. അത് പുള്ളി എന്താ ഇത് പറയുന്നത്, ഒരു ഓഡിറ്റ് മാനേജർ, ഒരു ഓഡിറ്റ് സീനിയർ ആണ് ഇത് പറയുന്നത്. അപ്പം പുള്ളി അത് പറയുമ്പോൾ അവിടെ പ്രൊഫഷണൽ കോമ്പറ്റൻസ് പുള്ളിയുടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. Alternatively, the audit manager may have known that the analytical review should have been performed, but regardless of this, still instructed the audit assistant not to perform the review, maybe due to time pressure. The audit manager should be asked about the reason for the instruction and given further training if necessary. അപ്പോൾ പുള്ളിക്ക് അതിന് നെസസറി കോമ്പറ്റൻസ് ഇല്ലെങ്കിൽ ഫർദർ ട്രെയിനിങ് നൽകണം. നമുക്ക് എന്താ കാരണം, അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് പുള്ളിയോട് ചോദിക്കണം. ഇതിൻ്റെ അകത്ത് ആക്ഷൻസ് ഇതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്ത ഓഡിറ്റ് ഡിസ്കസ് ചെയ്യുന്ന ഇംപ്ലിക്കേഷൻസ് ഒക്കെ കണ്ടില്ല. ഇത് കാരണം കംപ്ലീഷന് വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അത് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ the manager is providing proper direction and supervision of the audit assistant, and the manager is not providing proper direction and supervision, which is against the principles of ACCA 220 quality management. പ്രശ്നമാണ്. കാരണം കറക്റ്റ് ആയിട്ട് സൂപ്പർവൈസ് ചെയ്യുന്നില്ല. പുള്ളി അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞു, ചെയർമാൻസ് സ്റ്റേറ്റ്മെന്റ് വെരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു. ഇതെല്ലാം പുള്ളിയുടെ ആ ഓഡിറ്റിന്റെ ക്വാളിറ്റി അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. Of firm that performs the audit of the review of the financial statements or other assurance or related service engagements. Both of these discuss the importance of the audit team having proper direction and supervision as part of ensuring a good quality of audit engagement performance. The final issue relates to the chairman's statement. The chairman's statement, I say 720, the auditor's responsibility relating to other information. Other information mean എന്തെങ്കിലും inconsistencies identify ചെയ്യുന്നതാണ് other informations auditor വായിക്കണമെന്ന് പറയുന്നതിന്റെ മെയിൻ കാര്യം. Because the auditor shall read the എല്ലാ other ഇൻഫർമേഷൻസും, ഓഡിറ്ററിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ അതർ ഇൻഫർമേഷൻസ് വായിക്കുക, അല്ലാതെ വലിയ സംഭവങ്ങൾ ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് അത് വായിക്കുക, എന്തെങ്കിലും ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ടോ ഇൻഫർമേഷൻ ടു ഐഡന്റിഫൈ മെറ്റീരിയൽ ഇൻകൺസിസ്റ്റൻസീസ് ഇഫ് എനി വിത്ത് ദ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇൻകൺസിസ്റ്റൻസീസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ അതർ ഇൻഫർമേഷൻസ് വായിക്കുന്നത്. എന്ന് വെച്ചാൽ അതർ ഇൻഫർമേഷൻസ് ഒരിക്കലും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കോൺട്രഡിക്ട് ചെയ്യാൻ പാടില്ല. The audit manager had discussed the chairman's statement, but this does not necessarily mean that the manager has read it for purpose of identifying potential misstatement. പുള്ളി അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഫിനാൻസ് ഡയറക്ടറായിട്ട്. എന്നാൽ പോലും ഒരു മിസ്സ്റ്റേറ്റ്മെന്റ്സ് കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിൽ പുള്ളി അത് വായിച്ച് നോക്കണമെന്നില്ല. കാരണം ഇപ്പം പല കേസസിലും പുള്ളി ധൃതിയിൽ അത് തീർക്കാനാണ് നോക്കുന്നത്. അതുപോലെ പുള്ളിയുടെ കോമ്പറ്റൻസ് അവിടെ ചോദ്യം ചിഹ്നമാണ്. Even if the manager has read the chairman's statement, there may not have been any audit documentation to show that this has been done or the conclusion of the work. The manager needs to be asked exactly what the work has been done and the documentations exist. As the work performed does not comply with ISA 720 requirements, then the necessary procedures must be performed before the auditor's report is issued. This is especially important as the necessary paragraph will need to be included within the auditor's report, setting out that the other information has been obtained. The responsibility that the auditor has for other information explain that whether anything needs to be prepared in relation to any inconsistencies. Manager needs to be asked exactly what work, എന്ത് വർക്കാണ് പുള്ളി അത് ചെയ്ത്, പുള്ളി എന്തോ വായിച്ചു നോക്കിയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പം പുള്ളി എന്ത് വർക്കാണ് ചെയ്തത്, എന്ത് ഡോക്യുമെന്റ്സ് ആണ് പുള്ളി വെരിഫൈ ചെയ്തത്, എന്തെങ്കിലും മെറ്റീരിയൽ ഇൻകൺസിസ്റ്റൻസി ഐഡന്റിഫൈ ആയിട്ടുണ്ടോ, അതിന്റെ പുള്ളി ഒരു ഡീറ്റെയിൽസും പറഞ്ഞിട്ടുമില്ല. Necessary paragraph will need to be included within the audit report, setting that the other information has been obtained. And the responsibility that the auditor has for നമ്മുടെ അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള എന്ന് വെച്ചാൽ ഇപ്പോൾ എന്തെങ്കിലും മെറ്റീരിയൽ ഇൻകൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് അതർ മാറ്റർ പാരഗ്രാഫിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്ത് അതർ മാറ്റർ പാരഗ്രാഫിൽ കാണിക്കാം. അപ്പോൾ അതൊരു അഡീഷണൽ ആയിട്ട് വരും. അതർ മാറ്റർ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ കറക്റ്റായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ളതല്ല. എന്നാൽ പോലും എന്നുവെച്ചാൽ കറക്റ്റായിട്ട് ഡിസ്ക്ലോസ് ഫിനാൻഷ്യൽ മാറ്റർ അല്ല, പക്ഷേ അഡീഷണൽ എന്ന് വെച്ചാൽ ഒരു ലോസ് അല്ലെങ്കിൽ ഒരു റെഗുലേഷൻസിന്റെ ബേസിസിൽ നമ്മൾ അഡീഷണൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലാതെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ട്സിനെയാണ് അതർ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഇൻകൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ അത് അതർ ഇൻഫർമേഷൻ പാരഗ്രാഫിൽ വരും. Again, the situation should indicate the audit manager's lack of knowledge of ISA requirements or that the shortcut is being taken probably as a result of time pressure. Either case, the quality of the audit is in jeopardy. ധൃതി പിടിച്ച് തീർക്കുമ്പോൾ ക്വാളിറ്റിയാണ് അവിടെ എഫക്ട് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ആ ക്വസ്റ്റൻ തീർന്നു. ഇത് ടിപ്പിക്കലി അങ്ങനെ എത്തിക്കൽ ഇഷ്യൂസ് ഇന്റിമിഡേഷൻ വരുന്നുണ്ട്. പക്ഷേ എന്നാലും പുള്ളി അവരത് എടുത്തു ഇന്റിമിഡേഷൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പുള്ളി ഇന്റിമിഡേഷൻ ത്രെറ്റിനെ കുറിച്ച് അങ്ങനെ
എക്സ്പ്ലെയിൻ ചെയ്തൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഏറ്റവും നല്ലൊരു മോഡൽ ഓഫ് ആൻസർ എന്ന് പറയുമ്പോൾ ക്വാളിറ്റി മാനേജ്മെന്റ് എടുത്ത് പറയുക, ക്വാളിറ്റി മാനേജ്മെന്റ് എല്ലാം പറയാം. പിന്നെ എത്തിക്കൽ ആ ഒരു ഇൻറ്റിമേഷൻ തൊട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ എത്തിക്കൽ പിന്നെ ഇൻറ്റിമേഷൻ തൊട്ട് എഴുതി അങ്ങനെ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇങ്ങനെ ആൻസർ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ല എപ്പോഴും പോയിന്റ് ബൈ പോയിന്റ് ആൻസർ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നെക്സ്റ്റ് പോർഷൻ വരുന്നതെന്ന് പറയുമ്പോൾ റേവൻകോ എന്ന് പറയുമ്പോൾ യു ആർ ദ സീനിയർ മാനേജർ ഇൻ ദ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് റേവൻകോ. നമ്മളിവിടെ സീനിയർ മാനേജറാണ്. You are reviewing the situation which have arisen in respect of the audit clients which were recently discussed at the monthly audit managers meeting. ഗ്രൗസ്കോ അങ്ങനെ നമ്മൾ ഒരു രണ്ട് ഫേമിന്റെ കാര്യം ഇവിടെ പറയുന്നത്. ഒന്ന് ഗ്രൗസ്കോയും ഒന്ന് ഫ്ലോവക്കോയും. Gravsco is a significant audit client which develops software packages. Its managing director Max Patridge has contracted one of your firm's partner regarding a potential business opportunity. The proposal is that Gravsco and Ravenco could jointly develop accounting and tax calculation software, and that revenue from the sales of software could be equally split between the two firms. Max thinks that Raven and Co.'s audit client would be a good customer base for the product. Evaluate the ethical, commercial, and other professional issues. ഇവിടെ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രശ്നം വരുന്നുണ്ട്. ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് എത്തിക്കൽ ഇഷ്യൂസ്, കൊമേഴ്ഷ്യൽ ഇഷ്യൂസ് ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ്. എത്തിക്കലും പ്രൊഫഷണലും ഒരേ സംഭവം തന്നെ. കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ എന്നതാ മണി ആസ്പെക്ട്സിൽ വരുന്നത് ഒരു കമ്പനിയുടെ എബിലിറ്റീസ് എന്ന് വെച്ചാൽ ഇപ്പം റേവൻ ആൻഡ് കോവിന് കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ അതാണ്. എന്ന് വെച്ചാൽ നമുക്കത് ഫീസിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുമോ? ഇപ്പം ഒരു ഫീൽഡിൽ അറിവില്ലാത്ത ഒരാൾക്ക് പോയിട്ട് അല്ലെങ്കിൽ അതിന്റെ റിസോഴ്സസ് കയ്യിലില്ലാത്ത ഒരാൾക്ക് വേറൊരു ഫീൽഡിൽ പോയിട്ട് ഒരിക്കലും എഫിഷ്യന്റ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് കൊമേഴ്ഷ്യൽ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഫീൽഡിലുള്ള റിസോഴ്സസ് അല്ലെങ്കിൽ എബിലിറ്റീസ് കേപ്പബിലിറ്റീസ് ഉണ്ടോ എന്നാണ് കൊമേഴ്ഷ്യൽ ഫാക്ടർ വെരിഫൈ ചെയ്യുന്നത്. അപ്പൊ ഈ കേസിൽ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓഡിറ്റ് ഫേമാണ്. ഓഡിറ്റ് ഫേമും അവര് ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ ഒരു ബന്ധമില്ലാത്ത രണ്ട് ഏരിയാസ് ആണ്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അവിടെ കൊമേഴ്ഷ്യൽ ഇഷ്യൂസ് വരുന്നുണ്ട്. പിന്നെ എത്തിക്കൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലയന്റിന് തന്നെയാണ് ഇതിൽ പറഞ്ഞേക്കുന്നത് ടാക്സ് റിട്ടേൺ, അക്കൗണ്ടിങ് ആൻഡ് ടാക്സ് കാൽക്കുലേഷൻ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം നമ്മൾ പാർട്ട്ലി നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഡെവലപ്പ് ചെയ്ത സാധനം നമ്മൾ തന്നെയാണ് നമ്മുടെ ക്ലയന്റിന് വിറ്റിട്ട് നമ്മൾ തന്നെയാണ് ആ ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തായാലും ഒരു സെൽഫ് റിവ്യൂ ത്രെട്ട് വരുന്നുണ്ട്, പിന്നെ സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട് വരുന്നുണ്ട്. കാരണം നമ്മുടെ ക്ലയന്റിന് എപ്പോഴും നമ്മുടെ സാധനമാണ് നമുക്ക് അവിടെ ഒരു പ്രോഫിറ്റ് വരുന്നുണ്ട്. കാരണം ഹാഫ് പ്രോഫിറ്റ് നമുക്കാണ് കിട്ടുന്നത്. അപ്പം നല്ലൊരു ഓഡിറ്റ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പോലും നമ്മളത് നല്ല സോഫ്റ്റ്വെയർ ആണെന്ന് നമ്മൾ പറയത്തുള്ളൂ സ്വാഭാവികമായിട്ടും. അപ്പോൾ അവിടെ സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട് വരുന്നുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഈ കേസിൽ നോക്കുകയാണെങ്കിൽ the main difficulty that many students will face is that in part A is that 7 marks are available for what it seems to a clear-cut issue. However, if you read the requirements carefully, you have seen that it is not only ethical issues but commercial and other professional issues. ഇവിടെ ethical മാത്രമാണെങ്കിൽ നമുക്ക് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷേ commercial issues വരുന്നുണ്ട്. The scenario is typical of the current examining team's approach to reply in that it mixes together different areas. Here, ethics and commercial matters. To answer this part, where you need to know the main categories of ethical threats and then think whether any circumstances in the scenarios fall into any of these categories. Part A ഇത്രേ ഉള്ളൂ. പിന്നെ sound answers to part A used a logical approach being prompted by the question requirements to discuss in turn of the ethical issues, then commercial issues, and then professional issues, and leading to a set of recommended actions. Weaker answers tended to just list in bullet points format all the possible threats to objectivity. എന്നുവെച്ചാൽ നമ്മൾ ഓരോ ത്രെഡ്സും എടുത്ത് എഴുതിയിട്ട് അത് ഏത് ത്രെഡ്സ് ആണെന്നൂടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിൽ. ഇപ്പൊ കൊമേഴ്ഷ്യൽ ത്രെഡ്സ് എഴുതുവാണെങ്കിൽ കൊമേഴ്ഷ്യൽ ത്രെഡ്സ് മാത്രം എഴുതി കംപ്ലീറ്റ് ആക്കിയിട്ട് എത്തിക്കൽ ത്രെഡ്സിലോട്ട് പോകും. അതുപോലെ എത്തിക്കൽ ത്രെഡ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് പ്രൊഫഷനിലോട്ട് പോകും. അങ്ങനെ ഒരു ഓർഡറിലേ പോകും, അല്ലാതെ മിക്സ് ചെയ്ത് എഴുതാത്തായിരിക്കും എപ്പോഴും നല്ലത്. വിത്തൗട്ട് എനി റിയൽ ഡിസ്കഷൻ ഓഫ് ദ ഡെവലപ്മെന്റ് ഓഫ് the threats especially to the scenario. Candidates are recommended that ISBA Code of Ethics of Professional Accountants provided a framework for ഇതൊക്കെ ജനറൽ പോയിന്റ്സ് ആണ്, അത് അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് വരുന്നില്ല. പിന്നെ പാർട്ട് ബി വായിച്ചു നോക്കുമ്പോൾ ചെയ്യാം. ഇതിൽ ക്ലോസ് ബിസിനസ് റിലേഷൻഷിപ്പ്. ഗ്രോസ്കോസ് പ്രപ്പോസൽ കുഡ് ക്രിയേറ്റ് എ വെരി സിഗ്നിഫിക്കൻറ്റ് ത്രെഡ് ടു റാവൻസ് ഇൻഡിപെൻഡൻസ്. ഇവിടെ എനിക്ക് തോന്നുന്നു മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റിയും വരും. കാരണം ക്ലോസ് പാർട്ണർഷിപ്പ് ആയിട്ട് വരുമ്പോൾ മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റിയുടെ ഒരു ത്രെഡ് വരുന്നുണ്ട്. ഒരു ബിസിനസ് ക്ലയന്റും ആണ്, പിന്നെ അവരുടെ ടോപ്പ് മാനേജ്മെന്റ് ഫംഗ്ഷനിലും നമ്മൾ ഇടപെടാവുന്നുണ്ട്. കാരണം എന്തായാലും പാർട്ണേഴ്സ് ആകുമ്പോൾ മാനേജ്മെന്റ് ആക്ടിവിറ്റീസിലും ഇടപെടേണ്ടി വരുമല്ലോ. ദിസ് വുഡ് ബി എ ക്ലോസ് ബിസിനസ് റിലേഷൻഷിപ്പ് ആസ് പെർ ISBA Code of Ethics and may give rise to
സെൽഫ് ഇൻട്രസ്റ്റഡ് വരും അങ്ങനെ കാരണം നമുക്ക് അവിടെ ഒരു പ്രോഫിറ്റ് സ്റ്റേക്ക് ഉണ്ട്. The court states that unless the financial interest is immaterial and the business relationship is significant, then no safeguards can reduce the threat to an acceptable reward. ഇവിടെ ഒരു എന്താ അവരുടെ സെയിൽസിന്റെ ഒരു ഹാഫ് പോർഷൻ എന്ന് പറയുമ്പോൾ അതൊരു ഇമ്മറ്റീരിയൽ എമൗണ്ട് അല്ല, ഒരു സിഗ്നിഫിക്കന്റ് എമൗണ്ട് തന്നെയാണ്. അപ്പൊ എങ്ങനെയായാലും അവിടെ നമുക്ക് എന്താ ഒരു സേഫ് ഗാർഡ്സ് എഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. Therefore, Raven should not enter into this relationship if it still want to be Grouse's auditor. If it should, പിന്നെ നമ്മൾ ആക്ഷൻസ് ചോദിച്ചിട്ടുണ്ട്, ഇതിനെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ആക്ഷൻസ്. അപ്പം എന്താ നമുക്ക് വേണമെങ്കിൽ ആ ഓഡിറ്റ് ക്ലയന്റിനെ അവോയ്ഡ് ചെയ്യാം. എന്നിട്ട് ഇപ്പം നമുക്ക് ആ ബിസിനസ് ചെയ്യുന്ന കുറച്ചുകൂടെ ലാഭം ഇവരെ ഓഡിറ്റ് ചെയ്യുന്നതിനേക്കാൾ. അപ്പം നമുക്ക് ആ ഓഡിറ്റ് ചെയ്യുന്ന വിഡ്രോ ചെയ്തിട്ട് നമുക്ക് അവരുടെ സെയിൽസിലേക്ക് തിരിയാം. നമുക്ക് അതാ കുറച്ചുകൂടെ ലാഭം. Should be remembered that independence in appearance. A joint venture with the audit client would probably have a severe effect on how Raven appeared. So even if it had been accepted on ethical grounds, the fact that it looks so bad may have been ruled out in any way. അത് ജനറൽ പോയിന്റ് ആണ്, അങ്ങനെ വരുന്നില്ല. ഇതുമായിട്ട് ഡയറക്റ്റ് ബന്ധം വരുന്നില്ല. സെല്ലിംഗ് ടു ദ ക്ലയന്റ് പ്രശ്നം. In addition to the close business relationship, Grouse is also proposing that the software be sold to Ravenco's audit client. There are several issues. അവിടെ പല പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഒന്ന് സെൽഫ് ഇൻട്രസ്റ്റഡ്, ഞാൻ നേരത്തെ പറഞ്ഞത്. To Raven's independence, if its joint venture is selling to the client, it may be possible to reduce this to an acceptable level by using safeguards by disclosing the relationship to the client. എന്ന് വെച്ചാൽ ഇത് നമുക്ക് ക്ലയന്റിനോട് നേരത്തെ പറയാം, ഞങ്ങൾക്ക് ഓൾറെഡി ഇവിടെ ഒരു സ്റ്റേക്ക് ഉണ്ട്, ഞങ്ങൾ വിൽക്കുന്ന ഓരോന്നിനും ഞങ്ങൾക്ക് പ്രോഫിറ്റ് ഷെയർ കിട്ടുന്നുണ്ട്. അപ്പം ക്ലയന്റിന് വേണേൽ അത് ചൂസ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഒരു പക്ഷേ നമ്മളത് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ടാണോ എന്ന് വെച്ചാൽ ഒരു എഫക്റ്റീവായിട്ടുള്ള ഇല്ലാത്തൊരു സോഫ്റ്റ്വെയർ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ നല്ലതാണെന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നത്. അപ്പം ക്ലയന്റിനൊരു അവയർനെസ് കൊടുക്കണം, അവർക്കൊരു ചോയ്സ് കൊടുക്കണം. എല്ലാം വിത്ത് ബെനിഫിറ്റ് ദാറ്റ് Raven could receive from any service. നമുക്ക് എന്തൊക്കെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് അതിൽ നിന്ന് കിട്ടുമെന്നും എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. Secondly, there would be self-review threat. Self-review threat എങ്ങനെ പറയാൻ പറ്റും? If any of the audit client uses the accounting and tax software to be prepare its financial statement, it may be possible to use an auditor's expert here. However, accounting software is usually pervasive to internal controls over the financial reporting, so it may be that expert would have to be used to conduct most of the audit. This may be extremely inexpensive and impracticable. ഇവിടെ self-review threat വരുന്നുണ്ട്, അതുപോലെ തന്നെ commercial issues ആണ് ഇത്. എന്താ എക്സ്പെൻസീവും ഇംപ്രാക്ടിക്കലും ആയിരിക്കും. കാരണം എന്താ ഇപ്പം നമ്മുടെ ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന് ഇൻഫർമേഷൻ എടുത്ത് അതെടുത്ത് ഓഡിറ്റ് ചെയ്യണമെങ്കിൽ അത് എന്താ ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ആണെങ്കിൽ സെറോ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ, അതുപോലെ ഓരോ സോഫ്റ്റ്വെയർസിനെ കുറിച്ച് അതിൻ്റെ ഇൻഫർമേഷൻസ് അവൈലബിൾ ആയിട്ടുള്ള എക്സ്പേർട്സ് വേണം. അപ്പോൾ ആ എക്സ്പേർട്സിനെ എന്താ ഹയർ ചെയ്യുന്നതിൻ്റെ പൈസ നമ്മുടെ ഓഡിറ്റ് എന്തായാലും എക്സ്പെൻസീവ് ആക്കും. അങ്ങനെ അതൊരു കൊമേഴ്ഷ്യൽ ഫാക്ടർ ആയിട്ട് വരും. Thirdly, the use of the firm's accounting and tax software could be seen as a non-audit service. This could create a perception of management responsibility. പ്രശ്നം വരും. കാരണം ഇത് രണ്ട് കേസുകളിലും വരും. ഒന്ന് നമ്മുടെ പാർട്ണർഷിപ്പിനെ വിളിക്കുന്ന ഫേം നമ്മുടെ ഒരു ഓഡിറ്റ് ക്ലയന്റ് ആണ്. അപ്പോൾ ആ ഓഡിറ്റ് ക്ലയന്റ് എന്താ അവിടെ ഒരു മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി വരും. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ ക്ലയന്റിന്റെ ബേസിസിൽ വരുവാണെങ്കിൽ, ഈ നമ്മൾ സോഫ്റ്റ്വെയർ സെല്ല് ചെയ്യുന്ന ക്ലയന്റിന്റെ ബേസിസിൽ വരുവാണെങ്കിൽ ഈ സെല്ല് ചെയ്യുന്ന എല്ലാ ക്ലയൻസിന്റെയും അക്കൗണ്ടിങ്ങും ടാക്സ് കമ്പ്യൂട്ടേഷനും നമ്മളാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ സോഫ്റ്റ്വെയർ ആണ് ചെയ്യുന്നത്. അപ്പം ഇത് ഈ അക്കൗണ്ടിങ്ങും ടാക്സ് കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് മാനേജ്മെന്റ് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം നമ്മളത് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി അസ്യൂം ചെയ്യുക എന്നുള്ള ഒരു റിസ്ക് അവിടെ വരുന്നുണ്ട്. റിസ്ക് വുഡ് ബി ഗ്രേറ്റർ still for the clients that are public interest company. ഇത് ലിസ്റ്റഡ് കമ്പനി അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സേഫ് ഗാർഡ്സ് ഒക്കെ അപ്ലൈ ചെയ്യാം. പക്ഷേ ലിസ്റ്റഡ് കമ്പനിയും കൂടെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരു സേഫ് ഗാർഡ്സും ചെയ്യാൻ പറ്റില്ല. Taking into account these factors, Raven must choose between selling the software to its client and continuing to act as their auditor. It would not be possible to sell the software to the client and continue to audit them. Raven must be therefore make a business decision to choose. നമുക്ക് ഏതാ ഫീസിബിൾ എന്ന് വെച്ചാൽ നമ്മൾ അതിലേക്ക് തിരിയണം. Potential income from the software and loss of the audit fees from every client to whom the audit software is sold. എന്ന് വെച്ചാൽ നമ്മൾ ഏതൊക്കെ ക്ലയന്റ് ആണോ ഈ ഓഡിറ്റ് സോഫ്റ്റ്വെയർ സെല്ല് ചെയ്യുന്നത് അവിടെ നിന്നൊക്കെ നമ്മൾ വിഡ്രോ ചെയ്യുന്നതായിരിക്കും നല്ലത്. Raven should also take into account the loss of the audit fee from Grouse itself. ആ ഗ്രൗസിന് എന്ന് വെച്ചാൽ ഗ്രൗസ് നമ്മുടെ ക്ലയന്റ്, അപ്പോൾ ഗ്രൗസിൽ നിന്നും നമ്മൾ പിന്മാറേണ്ടി വരും. കാരണം അവിടെ ഒരു മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്. സെൽഫ് റിവ്യൂ എന്ന് വെച്ചാൽ സെൽഫ് റിവ്യൂ ത്രെട്ട് വരുന്നില്ല, എന്നാൽ പോലും നമ്മൾ ആ സോഫ്റ്റ്വെയർ തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ സെൽഫ് റിവ്യൂ ത്രെട്ടും വരുന്നുണ്ട്. The software joint venture therefore represents a major diversification from the audit to the preparation of accounting and tax computation software. This is a major decision and must be considered very carefully, taking into account the firm's long-term interest, where its expertise in the പ്രശ്നം വരുന്നത് commercial factors and the potential risk from diversifying into such unknown area. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ ബി പാർട്ടിൽ നോക്കുവാണെങ്കിൽ
ബി പാർട്ട് നോക്കുകയാണെങ്കിൽ പ്ലവർക്കോ. പ്ലവർക്കോ is a private hospital which provides effective medical services such as laser eye surgery to improve eyesight. The audit of its financial statement for the year ended 30th September 2012 is currently taking place. Audit നടക്കുന്നേ ഉള്ളൂ. The audit senior overheard one of the surgeons who performed the laser surgeries saying that to his colleagues that he is hoping to finish his medical qualifications soon and that he was glad that Plavko did not check his references before employing him. എന്ന് പറയുമ്പോൾ എന്താ ഒരു ഈ ഓഡിറ്റിന്റെ ഇടയ്ക്ക് ഒരു ഓഡിറ്റ് സീനിയർ ഇങ്ങനെ എന്താ പാസ് ചെയ്യുന്നതിനിടെ കേട്ടതാണെന്ന് വെച്ചാൽ ഒരു മേജർ സർജറി ചെയ്യുന്ന ഒരു സർജൻ പറയാണ് പുള്ളിക്ക് നെസസറി ക്വാളിഫിക്കേഷൻസ് എത്രയും പെട്ടെന്ന് അറ്റൈൻ ചെയ്യണം. എന്താ ഈ ഹോസ്പിറ്റൽസിന്റെ മാനേജ്മെന്റ് അത് കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യാഞ്ഞത് പുള്ളിയുടെ ഒരു ഭാഗ്യമാണെന്ന് കേട്ടു. അപ്പൊ എന്താ അവിടെ കറക്റ്റായിട്ട് വെരിഫൈ ചെയ്തിട്ടില്ല. അവിടെ നിന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ക്വാളിഫിക്കേഷൻസ് അപ്രോപ്രിയേറ്റ് ആണെന്ന് ഇവിടെ വെരിഫൈ ചെയ്തിട്ടില്ല കറക്റ്റായിട്ട്. അപ്പൊ അതൊരു ഇന്റേണൽ കൺട്രോൾ ഡെഫിഷ്യൻസിയാണ്. അത് ഓഡിറ്റിന്റെ ക്വാളിറ്റി എഫക്ട് ചെയ്യുന്നതാണ്. പിന്നെ എത്തിക്കൽ ഇഷ്യൂസ് ആണ്. കാരണം ഇന്റഗ്രിറ്റിയുടെ പ്രശ്നം വരുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ അവർ എന്താ അറിഞ്ഞുകൊണ്ട് ചെയ്താണെങ്കിൽ അവിടെ ഇന്റഗ്രിറ്റിയുടെ പ്രശ്നം വരുന്നുണ്ട്. പിന്നെ ലീഗൽ കേസസ് വരാൻ സാധ്യതയുണ്ട്. അതെല്ലാം എത്തിക്കൽ കൊമേഴ്ഷ്യൽ ഇഷ്യൂസ് വരുന്നത്. കാരണം കൊമേഴ്ഷ്യൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഹ്യൂജ് എന്താ ഫിനാൻഷ്യൽ outflow വരും. അതെല്ലാം കൊമേഴ്ഷ്യൽ ഇഷ്യൂസ് വരുന്നതാണ്. While completing the subsequent events audit procedure, the audit senior found a letter from a patient's audit site claiming compensation from Plavko in relation to alleged medical negligence resulting in injury to the patient. അതേപോലെ തന്നെ ഈ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ക്ലയന്റിന്റെ ലെറ്റർ കിട്ടിയതുപോലെ എന്താ പുള്ളി ലീഗൽ കോമ്പൻസേഷന് വേണ്ടിയിട്ട് ഒരു ക്ലെയിം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ കേസിൽ പ്രൊവിഷന്റെ പ്രശ്നം വരുന്നുണ്ട്. കാരണം പ്രൊവിഷൻ കറക്റ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടോ, അതേസമയം ഈ ഒരു ക്വാളിഫിക്കേഷന്റെ ഒരു പ്രശ്നം കൊണ്ട് വന്ന ഒരു മേജർ ഡിഫക്റ്റ് ആണോ എന്നൊക്കെ നമ്മൾ വെരിഫൈ ചെയ്യണം. May have been a bit easier with 7 marks. Part B has been a bit easier with 7 marks for an issue that is clear cut and there are quite a lot to write about it. The main thing here is to be skeptical. കാരണം എന്താ ഇവിടെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യനിങ് ആറ്റിറ്റ്യൂഡ് പുറത്തെടുക്കേണ്ടി വരും. ആൻഡ് ക്വസ്റ്റ്യൻ ദ ഇൻഫർമേഷൻ ഇൻ ദ സിനാരിയോ. എക്സാമ്പിൾ വെദർ ദേ റിയലി കണക്ട് ദ കണക്ഷൻ ബിറ്റ്വീൻ സർജൻസ് കമന്റ്സ് ആൻഡ് സോളിസൈറ്റേഴ്സ് ലെറ്റർ. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഈ ഒരു ഇഷ്യൂ വെറുതെ തന്നേക്കുന്നതല്ല. നമ്മൾ എന്തെങ്കിലും അതിന്റെ ഒരു കണക്ഷൻ ഉണ്ടോ നമ്മൾ എപ്പോഴും ഫർദർ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം. The best approach here is to often break the scenario down into parts and take each one in turn. ഞാൻ പറഞ്ഞില്ല, അപ്പോൾ വായിച്ച് പോകുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ അത് ഓരോന്നോരോന്നായിട്ട് എഴുതി പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. The most candidates identified that the main issue for the audit firm is to consider the related potential breach of laws and regulations. എന്താ എല്ലാ ലോസ് ആൻഡ് റെഗുലേഷൻസിന്റെ ബേസിസിൽ ക്ലയന്റ് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് വെച്ചാൽ അതർ എന്താ non-compliance to laws and regulations, NOCLAR and NOC. NOCLAR തന്നെയാണ്. non-compliance with laws and regulations, NOCLAR. ആ ബേസിസിൽ ഒരു ഇതുണ്ടെന്ന് വെച്ചാൽ എന്താ നമ്മുടെ ഓഡിറ്റുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് അല്ല. നമ്മുടെ ജനറൽ കൺട്രിയുടെ ലോ ആയിരിക്കട്ടെ, അല്ലെങ്കിൽ വേറെ എന്താ ഒരു ഫേം ഒരു കൺട്രിയിൽ എഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതിന് ഫോളോ ചെയ്യേണ്ട ആ കൺട്രിയിലെ റൂൾസ് കൂടെ കൺസിഡർ ചെയ്യുന്നതാണ് നോക്ലാറിൽ വരുന്നത്. നോൺ കംപ്ലയൻസ് ലോസ് ആൻഡ് റെഗുലേഷൻസ് 250 ആണ് വരുന്നത്. കൺസിഡറേഷൻ ഓഫ് ലോസ് ആൻഡ് റെഗുലേഷൻസിന്റെ കേസസിൽ വരുന്നത്. അപ്പോൾ അത് കൺസിഡർ ചെയ്യണം. ഷുഡ് ഡിസ്ക്ലോസ് ഇൻ ദ പബ്ലിക് ഇൻട്രസ്റ്റ് ആൻഡ് ദ ഓഡിറ്റ് ഫേംസ് ഷുഡ് കൺസിഡർ ദ ഡിസ്ക്ലോഷർ ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റിയുടെ കേസസിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ റിക്വയർഡ് ബൈ ദ ലോ അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എന്താ കൺസേൺ തരുവാണെങ്കിൽ ഈ 3 കേസസിലാണ് നമ്മൾ എന്താ ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പബ്ലിക് ഇൻട്രസ്റ്റിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. കാരണം എന്താ ജനറലി പബ്ലിക്കിനെ അഫക്റ്റ് ആവുന്ന ഒരു കാര്യമാണ് ഹോസ്പിറ്റൽ, എസ്പെഷ്യലി ഹോസ്പിറ്റലിന്റെ കേസ്. Most answers identified that the confidentiality was an issue and that the matter should be firstly discussed with those charged with the governance. അപ്പോൾ ആ മാനേജ്മെന്റുമായിട്ടായിരിക്കും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിട്ട് അതിന്റെ എന്താ അവരത് എഫക്റ്റീവായിട്ട് നമുക്കൊരു എന്താ മറുപടി തന്നിട്ടില്ലെങ്കിൽ മാത്രമേ നമ്മളത് informations പുറത്തുവിടുക. Some candidates focused on disciplinary actions to be taken against the employees of the hospital and on the possibility that the hospital's management was somehow colluding with the employee to deliberately breach laws and regulations and commit some type of fraud which missed the point. എന്നുവെച്ചാൽ എന്താ നമ്മളിവിടെ എന്താ സ്പെക്ടേറ്റ് എന്താ നമ്മളിവിടെ ഒരു പരിധി കൂടുതൽ അസ്യൂം ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ എന്താ ഇങ്ങനെ കൊളൂഷൻ വരുന്നുണ്ട് അങ്ങനെയൊന്നും അസ്യൂം ചെയ്യാൻ പറ്റില്ല. ഇവിടെ എന്താ ഒരു ഡെലിബറേറ്റ് എന്താ
ഫ്രോഡായിട്ട് വരാൻ സാധ്യത വളരെ കുറവാണ്. വീക്കർ ആൻസേഴ്സ് ഓൾസോ ഫെയിൽ ടു കൺസിഡർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ദെയർഫോർ ദ ഓഡിറ്റ് ഇംപ്ലിക്കേഷൻസ് ഓഫ് എ ലെറ്റർ ക്ലെയിമിംഗ് നെഗ്ലിജൻസ്. ദ ഫിനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പ്രൊവിഷന്റെ പ്രശ്നം. ദിസ് കുഡ് ലീഡ് ടു എ റെക്കഗ്നിഷൻ ഓഫ് എ പ്രൊവിഷൻ ഡിസ്ക്ലോഷർ ഓഫ് എ കണ്ടിജന്റ് ലയബിലിറ്റി കുഡ് പൊട്ടൻഷ്യലി ഹാവ് എ ഗോയിങ് കൺസേൺ ഇംപ്ലിക്കേഷൻ. ദിസ് മാറ്റേഴ്സ് വെർ ഓൾസോ റെലവെന്റ്. അതാണ് ഈ ഒരു നമ്മൾ മെയിൻ ഏരിയസ് ആദ്യം കവർ ചെയ്യണം. പിന്നെ നമുക്ക് അഡീഷണൽ അസ്യൂം ചെയ്തൊക്കെ എഴുതാം. പക്ഷെ എന്നാൽ പോലും അത് സബ് പോയിന്റ്സ് ആയിട്ട് എഴുതാം. നമ്മളെപ്പോഴും ആൻസർ ചെയ്യുമ്പോൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വേണം എഴുതാൻ. ഇപ്പൊ ഈ കേസിൽ വരുവാണെങ്കിൽ അൺക്വാളിഫൈഡ് സർജന്റ് കേസാണ് ഏറ്റവും നമ്മളെപ്പോഴും എഴുതുമ്പോൾ പ്രയോറിറ്റൈസ് ചെയ്തായിരിക്കണം എഴുതേണ്ടത്. കാരണം വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ത്രെഡ്സ് ഏറ്റവും ആദ്യം ബാക്കിയായിട്ട് എഴുതാവും. ഇവിടെ unqualified surgeon. The audit senior has heard that one of the surgeons has not finished his medical qualification. This may be connected to the senior's letter that was later found which alleged medical negligence. As an auditor, we need to deal with each issue separately. എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഓഡിറ്റ് സർജന്റെ ക്വാളിഫിക്കേഷന്റെ ഒരു പ്രശ്നം നമ്മൾ ഇവിടെ ഐഡന്റിഫൈ ചെയ്തു. അതേപോലെ തന്നെ ഒരു പേഷ്യന്റ് ഇതുപോലൊരു ഒരു ലീഗൽ ക്ലെയിം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നമ്മൾ വെരിഫൈ ചെയ്യണം. ISA 250 consideration of laws and regulations in an audit financial statement states that the compliance with the laws and regulation is a management's responsibility. എന്ന് വെച്ചാൽ ഈ ലോസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്ന ഒരിക്കലും ഒരു ഓഡിറ്ററുടെ റെസ്പോൺസിബിലിറ്റി ആണ്, അത് മാനേജ്മെന്റ് തന്നെ റെസ്പോൺസിബിലിറ്റി. പക്ഷേ ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് ഫിനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ വെരിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഓഡിറ്റർക്കുണ്ട്, ഓഡിറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി ടു എയ്തർ പ്രിവെന്റ് ഓർ ഡിറ്റക്ട് ഇറ്റ്. However, as here we become aware of the possible non-compliance with laws and regulations, then we must consider its effect on the financial statement. Financial statement അത് കാരണം വരാനുള്ള എഫക്ട്സ് എന്ന് വെച്ചാൽ പ്രൊവിഷൻസ്, കണ്ടിജന്റ് ലയബിലിറ്റീസ്, ആ ബേസിസിൽ നമ്മളെപ്പോഴും ഫിനാൻഷ്യലി നമുക്ക് വരുന്ന എഫക്ട്സിനെ കുറിച്ചായിരിക്കണം കണക്ട് ചെയ്ത് ചിന്തിക്കേണ്ടത്. The breach could have an indirect but material effect on the financial statement. As auditors, we have no expert knowledge of medicine. നമ്മൾ മെഡിക്കൽ ഫീൽഡിനോട് വലിയ knowledge ഇല്ല. And it is possible that we may be jumping to conclusion whether there is surgeon is qualified to do this work. It may be, for example, that he is a qualified doctor and the medical qualification he is hoping to finish is merely a further qualification and that is not required. എന്ന് വെച്ചാൽ പുള്ളിക്ക് മെഡിക്കൽ ക്വാളിഫിക്കേഷൻസ് ഇല്ല എന്നല്ലായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചത്. ചിലപ്പോൾ പുള്ളി അതിൻ്റെ ഒരു സ്പെഷ്യലൈസേഷൻ ചെയ്യണം. അപ്പോൾ ആ സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടില്ല. അത് പക്ഷേ പുള്ളിയുടെ ജോബ് റോളിന് അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പിന്നെ അതിന് ഫർദർ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ഫർദർ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം. ദിസ് കുഡ് ബി എ സെപ്പറേറ്റ് ഇഷ്യൂ ഫ്രം വെദർ ഓർ നോട്ട് ഹി ഈസ് ക്വാളിഫൈഡ്. വി മസ്റ്റ് ദെയർഫോർ ഒബ്റ്റെയിൻ ഫർദർ എവിഡൻസ്. ആ എവിഡൻസ് കറക്റ്റ് വെരിഫൈ ചെയ്യണം. പുള്ളിയുടെ റോളിന് പുള്ളിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് ആദ്യം വെരിഫൈ ചെയ്യണം. അല്ലാതെ ഫർദർ ക്വാളിഫിക്കേഷൻസ് ആണ് പുള്ളി സംസാരിക്കുന്നതെങ്കിൽ അതിപ്പോൾ തൽക്കാലം പുള്ളിയുടെ ഇപ്പോഴത്തെ ജോബ് റോൾ വെച്ചിട്ട് അതിനൊരു പ്രശ്നമില്ല. ദിസ് കുഡ് എൻറ്റെയിൽ സിംപ്ലി റിവ്യൂയിങ് ദ പേഴ്സണൽ ഫയൽ. പുള്ളിയുടെ സർട്ടിഫിക്കറ്റ്സും ഹോസ്പിറ്റലിൽ കയറുമ്പോൾ കൊടുത്തേക്കുന്ന ബാക്കിയുള്ള പേഴ്സണൽ ഫയൽസ്, ഡോക്യുമെന്റേഷൻസ് ഒക്കെ വെരിഫൈ ചെയ്താൽ അത് മനസ്സിലാവും. എഫക്ട്സ് ഓഫ് അൺക്വാളിഫൈഡ് സർജൻസ്. ഇപ്പം പുള്ളി അതേസമയം ഇപ്പം അൺക്വാളിഫൈഡ് ആണോ അല്ലയോ എന്നാണ് നമ്മൾ പറയുന്നത്. അതിന്റെ എഫക്റ്റ് കൂടെ നമ്മൾ ഇതേ കേസ് പറയണം. കുറച്ച് എലാബറേറ്റ് ചെയ്യണം. കാരണം അത് ഈ കൂടുതൽ പറയാൻ 7 മാർക്കിനുള്ളത് നമ്മൾ എങ്ങനെയും ഒപ്പിക്കണം. അപ്പം അത് കുറച്ച് ഇലാബറേറ്റ് ചെയ്താൽ ഒരു പക്ഷേ അൺക്വാളിഫൈഡ് ആണെങ്കിൽ അതിന്റെ എഫക്റ്റ് ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത്. ഇഫ് വി ഫൈൻഡ് ദാറ്റ് ദ സർജൻ ഈസ് നോട്ട് ക്വാളിഫൈഡ് ടു ഡു ഹിസ് ജോബ് then we must consider the effect on the financial statement. ഫിനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളെപ്പോഴും നമ്മുടെ ഓഡിറ്റർ നോക്കുമ്പോൾ എപ്പോഴും അത് ഒരു പ്രശ്നം വന്നാൽ അത് കാരണം വരുന്ന ഫിനാൻഷ്യൽ ഇമ്പാക്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ വരുന്ന ഇമ്പാക്ട് എപ്പോഴും ഒരു ഓഡിറ്റർ കൺസിഡർ ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ നമ്മുടെ അക്കൗണ്ടൻസിയുടെ ഡെഫിനിഷൻ തന്നെ അതല്ലേ, എന്ന് വെച്ചാൽ considering facts which are at least of financial character. ഫിനാൻഷ്യൽ ക്യാരക്ടറിൽ വരുന്ന ഒരു പ്രശ്നങ്ങൾ മാത്രമേ നമുക്ക് പരിഗണിക്കേണ്ട ആവശ്യമുള്ളൂ. The risk of litigation resulting from the errors made by the surgeon and the litigation സർജൻ കൊണ്ട് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത കാരണം വന്ന പ്രശ്നങ്ങൾ, ഏതൊക്കെ സർജറി വന്ന പ്രശ്നങ്ങൾ. റിസ്ക് ഓഫ് ആക്ഷൻ ബൈ റെഗുലേറ്ററി ബോഡീസ് എന്ന് വെച്ചാൽ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പം അത് കറക്റ്റായിട്ട് നമ്മൾ ലോസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്തില്ല ചിലപ്പോൾ ലൈസൻസ് തന്നെ ക്യാൻസൽ ചെയ്യും. അപ്പം അവിടെ ഒരു ഗോയിങ് കൺസേണിന്റെ പ്രശ്നം വരും. കാരണം ലൈസൻസ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അത് എഫക്റ്റീവായിട്ട് ഹോസ്പിറ്റലിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഗോയിങ് കൺസേൺ ഇഷ്യൂസ് വരും. അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ഇമ്പാക്ട് വന്നില്ലേ പോലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ അഫക്ട് ചെയ്യുന്നതാണ്. കാരണം ലിക്വിഡേഷൻ ബേസിസിലേക്ക് പോകും, അങ്ങനെ കമ്പനിയുടെ ഗോയിങ് കൺസേണിനെ അഫക്ട് ചെയ്യും. അങ്ങനെ നമ്മളെപ്പോഴും നമ്മുടെ ഓഡിറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇങ്ങനെ അസ്യൂം ചെയ്തുകൊണ്ടിരിക്കണം ഇൻ റിലേഷൻ ടു എന്ന് വെച്ചാൽ നമ്മൾ കുറ്റം എന്ന് വെച്ചാൽ അതിന്റെ ഫർദർ ആക്ഷൻസ് വരാനുള്ള കാര്യം എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിച്ചു പോയാൽ മതി.
In relation to one, it is potentially a very serious problem. If the surgeon has made many errors, then this could lead to multiple patients suing the company. The potential cost of this provision basis could consider actions is not known, but could be considerably indeed. It is even possible that players' ability to continue as a going concern could be affected. Further evidence must be obtained. About the extent of further and possible legal actions. ഇതുപോലെ വേറെ ഏതെങ്കിലും ലീഗൽ ആക്ഷൻസ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രൊവിഷൻസ് റെക്കഗ്നൈസ് ചെയ്യാനുണ്ടോ, ആ പ്രൊവിഷൻസിന്റെ എമൗണ്ട് അത് ലീഗൽ അത് നമ്മുടെ ഗോയിങ് കൺസേണിനെ അഫക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ. റിലേഷൻ ടു ദ മെഡിക്കൽ പ്രൊഫഷൻ ഈസ് എ വെരി ഹൈലി റെഗുലേറ്റഡ് ആൻഡ് ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ദ പ്ലോവർ വിൽ ബി ഫൈൻഡ് ബൈ എനി റെലവൻറ്റ് റെഗുലേറ്റർ. അപ്പോൾ ഫൈനും നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഇമ്പാക്ട് വരുന്നത്. ദർ ഇസ് എ ലീഗൽ ക്വസ്റ്റ്യൻ അബൌട്ട് വെദർ ദ പ്ലോവേഴ്സ് മാനേജ്മെന്റ് കുഡ് ബി ഫൗണ്ട് ഗിൽറ്റി ഓഫ് പോസിബിൾ നെഗ്ലിജൻസ് as a result of breaking its duty of care to the patient. It may be necessary to obtain legal advice here. It is even possible that any license which Plover requires to operate will be removed and its ability to continue as a going concern license will be in doubt. It may be necessary to use the auditor's expert here to provide an evidence advice about the possible regulatory consequences. അതായത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എക്സ്പേർട്ടിന്റെ അഡ്വൈസ് എടുക്കാം. ഇങ്ങനൊരു പ്രശ്നം വന്നെങ്കിൽ എന്താ നമ്മുടെ ലൈസൻസിനെ അഫക്ട് ചെയ്യുന്നു. പിന്നെ കൺട്രോൾ ഫെയിലിയർ, കാരണം ഇന്റേണൽ കൺട്രോൾ ഇഷ്യൂസ് ആണ്. ദ സർജൻസ് കമന്റ് ദാറ്റ് ഹിസ് റെഫറൻസസ് വെയർ നോട്ട് ചെക്ക്ഡ് എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് ഭാഗത്തുനിന്ന് വന്നൊരു വീഴ്ചയാണ്. അപ്പോൾ ആ ക്ലയന്റിന്റെ ഇന്റേണൽ കൺട്രോൾസ് വീക്ക്. അപ്പോൾ അതപ്പം അത് ഓഡിറ്റിനെ അഫക്ട് ചെയ്യും. കാരണം അപ്പോൾ ഒരു ഹൈ റിസ്ക് ഇന്റേണൽ കൺട്രോൾ എഫക്റ്റീവ് അല്ലെങ്കിൽ internal controls were over the recruitment. It will be necessary to obtain evidence about whether or not there are other employees in this position. The main issue here is that there could be other employees who are not qualified to do either work. Uncovering this could lead to discovery of further liabilities. പബ്ലിക് ഇൻട്രസ്റ്റ്, ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് കമ്പനി ആണോ നമ്മൾ verification. പബ്ലിക് ഇൻട്രസ്റ്റ് കമ്പനി ആണെങ്കിൽ പബ്ലിക്കിനെ ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്നത്. If the surgeon is not qualified, then it is possible that the management will not disclose this to the relevant authorities. They should be encouraged to do this by the auditor, but if they do not, then it may be necessary to make disclosure. ഇവിടെ കോൺഫിഡൻഷ്യാലിറ്റിയുടെ ഇഷ്യൂ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വെച്ചാൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ ഫീൽഡിലൂടെ ആയതുകൊണ്ട് എങ്ങനെയായാലും നമ്മൾ പബ്ലിക്കിനെ അറിയിച്ചേ പറ്റും. പക്ഷേ ഒരുമാതിരിപ്പെട്ട ഫേംസ് എല്ലാം അവരുടെ സർവൈവലിൽ ബേസ് ചെയ്ത് അത് പുറത്തു വിടത്തില്ല. പക്ഷേ നമ്മൾ ഓഡിറ്ററിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻഫർമേഷൻ പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ദിസ് ഇസ് ഡിഫിക്കൽട്ട് ഇഷ്യൂ ടു ഡിസൈഡ്. ആസ് എ ഓഡിറ്റർ മസ്റ്റ് ബാലൻസ് ഡ്യൂട്ടി ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതേസമയം പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ, പബ്ലിക് ഇൻട്രസ്റ്റിനെ അഫക്ട് ചെയ്യുന്നുണ്ടോ എന്ന് അവിടെ നോക്കണം. ദാറ്റ് ഈസ് ഓൺ to Plover with the duty of public. Matters to consider here include the gravity of the situation, whether the member of the public affect ചെയ്യുന്നുണ്ടോ, likelihood of other ഇതുപോലെ other non-compliance വരുന്നുണ്ടോ, അതെല്ലാം നമ്മൾ വെരിഫൈ ചെയ്യണം. This will all depend on whether the surgeon was in fact unqualified on what impact this may have on the patient. Disclosure in the public interest would require careful consideration and it may be necessary to obtain legal advice. എപ്പോഴും കോൺഫിഡൻഷ്യാലിറ്റിയുടെ ഒരു പ്രശ്നം വരുവാണെങ്കിൽ നമ്മളിപ്പോൾ ലീഗൽ അഡ്വൈസ് എടുത്തിട്ട് ചെയ്യാവും. അതൊരു ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ഒരു ഇതാണ്. കാരണം കോൺഫിഡൻഷ്യാലിറ്റി വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പം നമ്മൾ ചിലപ്പോൾ ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ ഭാഗത്തൊരു ഫോൾട്ട് ഇല്ലാന്ന് മനസ്സിലാവുന്നത്. അന്നേരം പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം കോൺഫിഡൻഷ്യാലിറ്റി അവിടെ പ്രീച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമ്മളെപ്പോഴും ലീഗൽ അഡ്വൈസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ലീഗൽ ക്ലെയിം ദ മാറ്റർ വാസ് ഫൗണ്ട് ഇൻ ദ സബ്സിക്വന്റ് ഇവന്റ് റിവ്യൂ മേ ബി എവിഡൻസ് ഓഫ് എ ക്വാളിറ്റി അണ്ടർ ലൈബിലിറ്റി അണ്ടർ provisions contingent liability IS 37 provisions contingent liabilities and contingent assets. The key question is whether the event in the question took place before or after the year end. പിന്നെ ഇത് പ്രൊവിഷൻ അല്ലെങ്കിൽ contingent liability റെക്കഗ്നൈസ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ അത് ഈ ഇയറിലാണോ അതോ ലാസ്റ്റ് ഇയറിലാണോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യണം. കാരണം നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന എപ്പോഴും ഫിനാൻഷ്യൽ ഇയറിന് ശേഷമാണല്ലോ. അപ്പം ഇപ്പൊ ഈ കേസിലാണെങ്കിൽ 30th September 2012 നമ്മുടെ ഓഡിറ്റ് കഴിഞ്ഞതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കണം നമ്മൾ എങ്ങനെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഇത് ലാസ്റ്റ് ഇയർ എൻഡിൽ നടന്ന ഒരു പ്രശ്നമാണെങ്കിൽ, ഇപ്പൊ സർജറി നടന്നത് ലാസ്റ്റ് ഇയറിലാണെങ്കിൽ നമ്മൾ എങ്ങനെയായാലും ഒരു അഡ്ജസ്റ്റിംഗ് ഇവന്റ്, അപ്പം അതെങ്ങനെയായാലും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അതേസമയം നോൺ അഡ്ജസ്റ്റിംഗ് ഇവന്റ് ആണെങ്കിൽ അത് ഈ വർഷം റെക്കഗ്നൈസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. The key question is whether before or after the event. The crucial date here is likely to be the date in which medical service provided. So, in case of surgery, if the surgery was after the year end, then it is a non-existing event. The conditions are existing and no provision is necessary. If the surgery was before the year end, then a provision may be required. This will depend on how probable it is that Plover will have to pay to settle the claim. അതേസമയം probable ആണോ പോസിബിൾ ആണോ എന്നൂടെ നമ്മൾ ഇത് ചെയ്യണം, ഡിറ്റർമൈൻ ചെയ്യണം.
Provisions may be necessary if it is probable that a payment will be made. If the matter is material and progress manager refuse to make any necessary provisions or disclosure, it may be necessary to express qualified opinion. ഇപ്പം മെറ്റീരിയലും ആണ്, അതേസമയം അവരത് കറക്റ്റ് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ഒപ്പീനിയൻ ഇത് ചെയ്യണം. അതേസമയം പെർവാസീവ് ആണെങ്കിൽ നമ്മൾ എന്താ അഡ്വൈസ് ഒപ്പീനിയനും ഇഷ്യൂ ചെയ്യണം. അത്രയേ ഉള്ളൂ, ഈ കേസ് മൊത്തം തീർന്നു. അങ്ങനെ നമ്മൾ എത്തിക്കലും ക്വാളിറ്റി മാനേജ്മെന്റ് ഇഷ്യൂസ് ഒരുമാതിരിപ്പെട്ട എല്ലാം കവർ ചെയ്തു. അപ്പം ക്വാളിറ്റി മാനേജ്മെന്റ് പ്രശ്നം എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. എന്താ നിങ്ങൾ ഓഡിറ്റിൽ വരുത്തുന്ന വീഴ്ചകൾ, ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് കറക്റ്റ് ചെയ്യാതിരിക്കുക, ഓഡിറ്റിന്റെ എന്താ എന്നുവെച്ചാൽ ഓഡിറ്റ് ഫേം അല്ലെങ്കിൽ ഓഡിറ്റ് ക്ലയന്റിന്റെ ബേസിസിൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇതേ സെയിം കാര്യങ്ങളാണ് ഓഡിറ്റ് റിസ്കിൽ പിന്നെ വരുന്നത്. കാരണം ഇത് ഓഡിറ്റ് നടക്കുന്ന സമയത്ത് വരുന്നത്. ഓഡിറ്റ് റിസ്ക് എന്ന് പറയുമ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ വരുന്ന പ്രശ്നങ്ങളാണ് ഓഡിറ്റ് റിസ്ക്. ക്വാളിറ്റി മാനേജ്മെന്റും ഓഡിറ്റ് റിസ്ക് ഏകദേശം സിമിലർ സംഭവങ്ങൾ തന്നെയാണ്. ഇത് മനസ്സിലാവുകയാണെങ്കിൽ ഓഡിറ്റ് റിസ്ക് കൊടുക്കുക. പിന്നെ എത്തിക്കൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ എത്തിക്കൽ ഇഷ്യൂസ് തന്നെ ഈ ഒരു 5 ഏരിയസ് മാത്രമേ വരുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ല, എക്സ്ട്രാ വരുന്നതെന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റീസ്, പിന്നെ വരുന്നത് ഇപ്പൊ ഈ ലാസ്റ്റ് ക്വസ്റ്റിനെ കണ്ട പോലെ എന്താ നോൺ കംപ്ലയൻസ് ടു അതർ ലോസ് ആൻഡ് റെഗുലേഷൻസ്. അങ്ങനെ എന്താ വെച്ചാൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ എത്തിക്കലും പ്രൊഫഷണൽ ഇഷ്യൂസിനും വരത്തുള്ളൂ. കാരണം എന്താ കോമൺ ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ. പിന്നെ ഈ ഒരു 5 പോയിന്റേ ഉള്ളൂ ബുക്കിഷ് നോളജ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ എത്തിക്കല്. പിന്നെ ബാക്കി പോർഷന് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. So guys, thank you.